വില കൂടിയ സ്വപ്നങ്ങളെ വിലക്കുറവിൽ കുറഞ്ഞ നിരക്കിൽ യാഥാർത്ഥ്യമാക്കുന്ന ഒരു സംരംഭവനും ഒരു മനുഷ്യനുമാണ് നമുക്കൊപ്പം ഉള്ളത്. റോയൽ ഡ്രൈവിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മുജീബ് റഹ്മാൻ. നമസ്കാരം. മമ്മൂക്കയുടെ ഒരു കാറാണ്, അപ്പം അതിന് മാർക്കറ്റിലെ വിലയേക്കാൾ കൂടുതൽ ഇത് മമ്മൂക്ക് ഉപയോഗിച്ച കാറാണെന്നിട്ട് 5 ലക്ഷം കൂട്ടി കൊടുത്താൽ വാങ്ങാൻ ആളുണ്ടാവില്ലേ? അദ്ദേഹത്തിന്റെ വാഹനത്തിന് മേ ബി ഉണ്ടാവാം. അത് ഇപ്പൊ ഈ താരം എന്ന് പറയുന്നത് തന്നെ ആരാധനയാണ്. കുറച്ച് ചോയ്സ് കുറവുള്ള അല്ലെങ്കിൽ ഓപ്ഷൻ കുറവുള്ളാണെങ്കിൽ ഒരു താരത്തിന്റെ എൻഡോഴ്സ്മെന്റ് വരുമ്പോൾ ഒബിയസ്ലി അതിനൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും. അതായത് പെട്ടെന്ന് അത് വാങ്ങിക്കാൻ ആളുകളൊരു ഇഷ്ടം കാണിക്കും. ഇത്തരത്തിൽ താരങ്ങളുടെ വാഹനങ്ങൾ ഏതെങ്കിലും ഉണ്ടോ നിലവിൽ ഇപ്പോൾ നമ്മുടെ ഷോറൂം? ഇപ്പൊ നമ്മുടെ കൊച്ചി ഷോറൂമില് നമ്മുടെ ജോജു അദ്ദേഹത്തിന്റെ കൺവെർട്ടിബിൾ മിനി കൂപ്പർ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, വരുമ്പോൾ കണ്ട മിനി കൂപ്പർ ജോർജിന്റെ. ഇത് ഏകദേശം ഇപ്പോഴത്തെ കൊടുക്കുന്ന പ്രൈസ് എന്തായാലും ഷോറൂമിൽ വന്നിട്ട് അറിയാം. പക്ഷേ ഇത് ഇറങ്ങുന്ന സമയത്ത് എത്ര ഉണ്ടായിരുന്നു പ്രൈസ്? ഏകദേശം 65 നിയറിന് 65 അടുത്താണ്. മലയാളികളുടെ അല്ലെങ്കിൽ ബിസിനസ് രംഗത്ത് ഏറ്റവും അഭിമാനതാരമാണ് അല്ലെങ്കിൽ ആദ്യം പറയുന്ന പേരാണ് യൂസഫ് അലിക്കയുടെ കാർ ഇവിടെ റോയൽ ഡ്രൈവിൽ വന്ന് കാണാൻ പറ്റും. ഏകദേശം 2.25 കോടി രൂപ വില വരുന്നത് ഇന്ന് റോയൽ ഡ്രൈവിലാണെങ്കിൽ നമുക്ക് എത്രയ്ക്ക് സ്വന്തമാക്കാം? നിയർ 75 lakh. ഈ അടുത്തായി നമുക്ക് അതുപോലെ തന്നെ ഏറ്റവും അത് വാർത്തകൾ ഇടനേറിയ കാര്യം കൂടിയായിരുന്നു ഭൂട്ടാൻ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അതിൽ ഒരു വണ്ടി പോലും ഞങ്ങൾ പെടാത്തത് അത്തരം വാഹനങ്ങൾ ഇവിടെ കയറാതിരിക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സ് ഓൾറെഡി ഞങ്ങൾ ഈ പഴയ എക്സ്പീരിയൻസിൽ നിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേരുകൾ വരുന്നത് പലപ്പോഴും സെലിബ്രിറ്റികളുടെ പേരുകളാണെങ്കിൽ പോലും ഇതല്ലാത്ത ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്നവർ വാങ്ങുന്നുണ്ട്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താ ശരിക്കും ഈ വാഹനക്കടത്തുമായിട്ട് ബന്ധം? ഇവിടെ ഒരു സ്കാം ഉണ്ട് ആക്ച്വലി. ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും പലതരത്തിലുള്ള സ്കാമുകളുണ്ട്. ഇപ്പോൾ അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ചില വാഹനങ്ങൾ ടാക്സ് ഇപ്പോൾ 10 ലക്ഷം ടാക്സ് ഉള്ളത് 5 ലക്ഷം ടാക്സ് അടച്ച് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന RT ഓഫീസ് ഉണ്ട്. ഈ അടുത്ത് തന്നായിരുന്നു പ്രത്യേകിച്ച് പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടും കോടികളുടെ കേസ്, ചെറിയ കോടികളൊന്നുമല്ല, 100 കോടി മുതൽ 1000 കോടി വരെയുള്ള വാർത്തകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. റോയൽ ഡ്രൈവിൽ ED റെയ്ഡ് നടന്നിട്ടില്ല. ഓക്കെ, ആദ്യം ഇവിടെ IT സർവേ ആണ് നടന്നത്. ആദ്യം ഒരു ന്യൂസ് വന്നു 10 കോടി എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരാൾ യൂട്യൂബിൽ എടുത്തിട്ട് 60 കോടി, അടുത്ത ആൾ 100 കോടി വെച്ചു. സത്യം പറഞ്ഞാൽ ആ 100 കോടി പോപ്പുലറായി. സ്വപ്നങ്ങൾ കാണാൻ പൈസ നൽകേണ്ടതില്ല നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് നേടണമെങ്കിൽ പൈസ ഇല്ലാതെ പറ്റൂല. അങ്ങനെ നിങ്ങളുടെ വില കൂടിയ സ്വപ്നങ്ങളെ വിലക്കുറവിൽ കുറഞ്ഞ നിരക്കിൽ യാഥാർത്ഥ്യമാക്കുന്ന ഒരു സംരംഭവനും ഒരു മനുഷ്യനുമാണ് നമുക്കൊപ്പം ഉള്ളത്. റോയൽ ഡ്രൈവിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മുജീബ് റഹ്മാൻ. നമസ്കാരം. നമസ്കാരം. മലപ്പുറത്തു നിന്നാണ്. കേരളത്തിൽ പൊതുവേ വണ്ടിപ്രാന്തന്മാരുടെ സ്ഥലമാണെന്നാണ് പറയുക അല്ലേ? ഗോഡ്സ് ഓൺ കൺട്രിക്കൊപ്പം തന്നെ അത്തരത്തിൽ ആദ്യം പറയുന്ന പേരുകളൊന്നാണ് മലപ്പുറംകാരുടെ കുറച്ചുകൂടി വണ്ടിപ്രാന്തിനെ കുറിച്ച് നമ്മൾ വാതോരാതെ സംസാരിക്കാറുണ്ട്. അപ്പോൾ മലപ്പുറത്തു നിന്നൊരാൾ ഇന്ന് കുറേ പേരുടെ വണ്ടി എടുക്കുക അല്ലെങ്കിൽ പ്രീമിയം കാർസ് എടുക്കുക എന്നുള്ളൊരു സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ചോദിച്ചോട്ടെ, എവിടെ തുടങ്ങി ഇങ്ങനൊരു ചിന്തയും അല്ലെങ്കിൽ അതനുസരിച്ചുള്ള യാത്രകളും? തുടക്കം ആക്ച്വലി എനിക്ക് വണ്ടിപ്രാന്തൻ എന്ന് ആ പേരൊക്കെ ഇപ്പോഴാണ് വന്നത്. അതെ അതെ, നമ്മൾ ഈ മേഖലയ്ക്ക് വരുന്ന സമയത്ത് അങ്ങനെ പേരില്ലായിരുന്നു. സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ഒരു വണ്ടിപ്രാന്തൻ എന്നുള്ള പേരൊക്കെ വന്നത്. ഈ വണ്ടികളോടുള്ള ഇഷ്ടമാണ് എന്നെ ഈ മേഖലയോട്ട് എത്തിച്ചത്. 2016 റോയൽ ഡ്രൈവ് എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും 2007 തൊട്ട് സജീവമായിട്ട് മാർക്കറ്റിലുണ്ടായിരുന്നു. 2007 തൊട്ടുള്ള യാത്രയിലുള്ള പാഠങ്ങൾ അല്ലെങ്കിൽ ഒരു വാഹനങ്ങൾ ഇഷ്ടപ്പെട്ട് അതിനൊരു ബിസിനസ്സാക്കി മാറ്റണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ മുന്നോട്ട് പോയി വളരെ കഠിന പ്രയത്നം ചെയ്തിട്ടാണ് ഒരു ഷോറൂം എന്നൊരു സങ്കല്പത്തിലോട്ട് ആദ്യഘട്ടത്തിൽ എനിക്ക് എത്താൻ പറ്റി വന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 10 വർഷമായെന്ന് പറയുമ്പോഴും പക്ഷേ അതിന് മുമ്പേ 2007 തൊട്ടേ തുടങ്ങി വെച്ചിട്ടുണ്ട് ഇത്തരം ചിന്തകൾ എന്നുള്ളത്. ഭയങ്കര ഒരു ബിസിനസ് മൈൻഡ് ഉണ്ട് കയ്യിൽ. അതിൻ്റെ ഒപ്പം തന്നെ വണ്ടി പ്രാന്തനുണ്ടെന്ന് പറയുന്നത് ഏത് ശരിക്കും കുറേ കൂടി യാഥാർത്ഥ്യം? വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് ഇതിൻ്റെ കുറേ കൂടി സാധ്യത അറിഞ്ഞതാണോ, അല്ലെങ്കിൽ കുറച്ച് ഇതിനൊരു കാർസിൻ്റെ കാര്യത്തിൽ ബിസിനസ് സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ട് അതിലേക്ക് തിരിഞ്ഞതാണോ? ഏതാ കുറേ കൂടി? അല്ല, ഞാൻ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് സൗദിയിൽ മൊബൈലിൻ്റെ ബിസിനസ്സായിരുന്നു. അപ്പോൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് ഞാൻ ചെയ്തു. കുറച്ചുകൂടി അഗ്രസീവായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഒരു ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ ശ്രദ്ധിക്കപ്പെട്ട് ആ കോഴ്സ് ഒരു ലോങ് ടൈം കോഴ്സായിരുന്നു, ഒരു 1 year പ്രോഗ്രാം. അപ്പോൾ അതിൽ മൊത്തത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ പാഷനെ നിങ്ങൾ ബിസിനസ് ആക്കണം. പാഷനെ ബിസിനസ് ആക്കുമ്പോഴാണ് ടൈം അറിയാതെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ എനിക്ക് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല. ഞാൻ മൊബൈൽ എന്ന മേഖലയിലോട്ട് വീട്ടുകാരുടെ നിർബന്ധത്തിനോ അല്ലെങ്കിൽ ആ സമയത്ത് ഓപ്പർച്യൂണിറ്റി അതാണ് എന്ന് മനസ്സിലാക്കി ഒരു മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സൊക്കെ പഠിച്ച് അങ്ങനെയാണ് മൊബൈൽ ബിസിനസ്സൊക്കെ വന്നത്. പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾ വണ്ടികളോടായിരുന്നു. എൻ്റെ ഒരു 2-3 നെയ്ബേഴ്സ് അന്ന് ആ കാലത്ത് തന്നെ പുറത്തുനിന്നൊക്കെ വണ്ടി കൊണ്ടുവന്ന് ഈ 84-85 മോഡല് മറ്റേ ക്രെസിഡൊക്കെ എൻ്റെ നെയ്ബറുടെ കയ്യിലുണ്ടായിരുന്നു, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി. അപ്പോൾ ഇതൊക്കെ കണ്ട് നമുക്ക് അന്നേ ചെറിയ കുട്ടികളായി സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ വണ്ടികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ആ സമയത്ത് ആ ഇഷ്ടം ബിസിനസ്സാക്കുക എന്നുള്ള ചിന്തയിലോട്ട് വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പഠിച്ച ഈ ഫീസിബിലിറ്റി സ്റ്റഡിയൊക്കെ നോക്കുമ്പോൾ പ്രിയോണ്ട് മാർക്കറ്റിന് വലിയൊരു ഗ്യാപ്പ് നമുക്കുണ്ട്. നമ്മളെ രാജ്യത്ത് വരാൻ പോകുന്നു CAG നോക്കുമ്പോൾ സാധ്യത ഉണ്ട്. പക്ഷെ ഒരാളും സ്ട്രക്ചേർഡ് ആയിട്ട് ഇത് ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ ആ സമയത്ത് വണ്ടി കച്ചവടം എന്നാണ് നമ്മൾ പറയുക. വണ്ടി കച്ചവടം ചെയ്യുന്ന ഒരാൾക്ക് കല്യാണം പോലും ശരിയാവാത്ത അത്രയും ഒരു മോശപ്പെട്ട ഒരു മേഖലയായിരുന്നു. അപ്പോൾ അതിലോട്ട് കടന്നു വരുമ്പോൾ കുറേ കടമ്പകളുണ്ടായിരുന്നു. കാരണം ട്രാൻസ്പെറൻസി കസ്റ്റമറുടെ ഭാഗത്താണെങ്കിൽ ഏത് ഭാഗത്താണെങ്കിലും വളരെ കുറവായിരുന്നു. അപ്പോൾ അവിടെ ലാക്ക് ചെയ്യുന്നതും ട്രസ്റ്റാണ്, ട്രാൻസ്പെറൻസിയാണ്. അപ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ നമുക്ക് സക്സസ് ചെയ്യാൻ പറ്റും എന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഇതിന് ബിസിനസ് ആക്കിയത്. അപ്പോൾ ബിസിനസ് ആക്കുന്നതിൻ്റെ ആദ്യഘട്ടമായിട്ട് തന്നെ നമ്മളിതിനെ ഒന്ന് റിഹേഴ്സലായിട്ട് ചെയ്തു. 2-3 വർഷം വാഹനങ്ങൾ വാങ്ങും വിൽക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും ഒരു ഷോറൂം എന്നുള്ളത് അപ്പോഴും സ്വപ്നമായിട്ട് നിന്നു. കാരണം അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റു കാര്യങ്ങൾ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ ഇതിലോട്ട് എത്തിപ്പെടുന്നത്. ഒരു സുപ്രഭാതത്തിന്റെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ചിന്തയല്ല, ഒരു ലോങ് ടൈം. പെട്ടെന്നൊരു കണ്ണ് തുറക്കലിൽ സംഭവിച്ച കാര്യങ്ങളല്ല. എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഒരു 12-ലും 13-ലൊക്കെ ഞാൻ അന്ന് റോയൽ ഡ്രൈവ് എന്നുള്ള പേരൊന്നുമില്ല, പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു സംരംഭം എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഞാനത് ചെയ്യും, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫ്യൂച്ചർ ഞാൻ കാണുന്നതെന്ന് ഞാൻ നിരന്തരം അത് സംസാരിച്ചുകൊണ്ടിരുന്നില്ല. അപ്പോൾ മേ ബി അന്നിട്ട വിത്തായിരിക്കും. ഇന്നത്തെ കുറേയധികം ബ്രാഞ്ചുകളുള്ള ഫലങ്ങൾ പറിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒന്ന് തിരിച്ച് ചോദിച്ചോട്ടെ, ഇപ്പോൾ നോർമലി നമ്മുടെ ബിസിനസ്സിൻ്റെ രീതികൾ എടുത്ത് നോക്കുമ്പോൾ ആദ്യകാലങ്ങളിൽ ഇപ്പോൾ ഈ ഓൺലൈൻ എന്നുള്ളത് വളരെ കുറച്ചായിട്ടാണ്, പ്രത്യേകിച്ച് കോവിഡ് കാലത്തിന് ശേഷമാണ് ഇതിൻ്റെ സാധ്യത നമ്മൾ കുറേ കണ്ടു തുടങ്ങിയത്. അപ്പോൾ അതിന് മുമ്പ് ഷോറൂമുകളിൽ നിന്ന് അല്ലെങ്കിൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്ന മറ്റ് ബിസിനസ് സംരംഭങ്ങൾ. വണ്ടിയുടെ കാര്യത്തിൽ നേരെ തിരിച്ചായിരുന്നു. ഈ ഓൺലൈൻ പരിപാടികളായിരുന്നു, ഈ ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പ് കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓൺലൈൻ സമ്പ്രദായം കോളുകളുടെ കാര്യത്തിൽ നേരെ തിരിച്ച് വണ്ടികളുടെ കാര്യത്തിൽ നേരെ തിരിഞ്ഞാണ് വന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രീ ഓൺ വെഹിക്കിൾ വാങ്ങുക അല്ലെങ്കിൽ അതിനൊരു ഷോറൂം കാണുക, ഇതിന് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം ഈ വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളൊരു സംഭവം കൂടിയുണ്ട്. ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ അവിടേതായിട്ടുള്ള ഓൺ ഇതാണെങ്കിൽ എന്താ പറയുക, കമ്പനി കാര്യങ്ങളാണെങ്കിലും നേടിയെടുത്ത വിശ്വാസം കുറേ വർഷങ്ങളായിട്ടുണ്ടായിരിക്കും. നമുക്കാണെങ്കിൽ കുറേ അധികം വെഹിക്കിൾസ് നമുക്ക് ഒരേ സമയമുണ്ട്. അപ്പോൾ ഈ ഒരു ബയർ വരുന്ന സമയത്ത് എത്രത്തോളം ഈ വിശ്വാസം നേടിയെടുക്കാൻ പ്രയാസകരമാണോ അത് ശരിക്കും? വളരെ വലിയൊരു പ്രോസസ്സാണ്. ഞാനതിൽ ചെയ്തത് 2020 ശേഷമാണ് റോയൽ ഡ്രൈവ്. ഇപ്പോൾ 15-ൽ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തു. 15 സ്റ്റാർട്ട് ചെയ്ത് 16-ലാണ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തത്. ആ തൊട്ട് ഒരു 5 വർഷം എവരി പർച്ചേസ് ഞാനെന്ന വ്യക്തിയുടെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് കണ്ട് ഞാൻ ഇൻസ്പെക്ട് ചെയ്ത് എൻ്റെ കൂടെ ടീമുണ്ടെങ്കിലും ഫൈനൽ ഞാൻ എൻ്റെ ലൈവായിട്ട് ഞാൻ പറഞ്ഞിട്ട് ഒരു വണ്ടി പർച്ചേസ് ചെയ്യാറുള്ളത്. അതിൻ്റെ കാരണം ഈ കൊടുക്കുന്ന വാഹനം, എൻ്റെ അടുത്ത് വരുന്നൊരു കസ്റ്റമർ, അദ്ദേഹം നമ്മളെ വിശ്വസിച്ച് വരികയാണ്. അദ്ദേഹത്തെ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് നമ്മുടെ ശത്രുവാക്കാം, ഒന്ന് മിത്രമാക്കാം ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നതോടുകൂടി. അപ്പം നമുക്ക് ഇതേപോലെ ഒരു ലോങ് ടൈം വിഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ആ വിഷൻ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല മിത്രങ്ങൾ നമ്മളെ കൂടെ വേണം. അപ്പോൾ ഓരോ പർച്ചേസിലും ഞാൻ ശ്രദ്ധിച്ചിരുന്ന അന്നത്തെ കാര്യം, നമ്മുടെ പ്രോഫിറ്റബിലിറ്റി എന്നതിലപ്പുറം കൊടുക്കുന്ന വാഹനത്തിൻ്റെ കണ്ടീഷൻ ക്ലിയർ ആയിരിക്കണം. അത് പേപ്പർ സൈഡിലാണെങ്കിലും വണ്ടിയുടെ ക്വാളിറ്റിയിലാണെങ്കിലും മറ്റെല്ലാ ഭാഗങ്ങളും. കാരണം ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ മുംബൈയിൽ നിന്ന് വണ്ടികൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുംബൈ എന്ന് പറഞ്ഞാൽ അവിടെ അറിയാലോ, അവിടെ അന്നത്തെ കാലത്ത് വളരെ ട്രാൻസ്പെറൻസി കുറഞ്ഞ കാലമായി. അപ്പോൾ അവിടുന്ന് ഒരു നല്ല വണ്ടി തിരഞ്ഞു പിടിച്ച് ക്വാളിറ്റിയുള്ള വണ്ടി കൊണ്ടുവരിക എന്നുള്ളത് അത്രയും ശ്രമകരമായിരുന്നു. വണ്ടി ക്വാളിറ്റി ഉണ്ടെങ്കിൽ പേപ്പറിൽ പ്രോബ്ലം ഉണ്ടാവും, പേപ്പർ നല്ലതാണെങ്കിൽ വണ്ടിയിൽ പ്രോബ്ലം ഉണ്ടാവും. ഇത് രണ്ടും ക്ലിയർ ആണെങ്കിൽ RC ഓണറെ കാണാനുണ്ടാവില്ല. കാരണം വലിയ സിറ്റിയാണ്, നമുക്ക് ഓണറായിട്ട് ഡീൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മാർക്കറ്റിൽ നിന്ന് ഒരു വാഹനങ്ങൾ എടുത്ത് വന്നതുകൊണ്ട് നമ്മൾ അത്രയും പരിശ്രമത്തിലൂടെ ആയിരുന്നു ഓരോ പ്രൊക്യൂർമെൻറ്റും നടത്തി. അപ്പോൾ അത് കൊടുത്തുണ്ടാക്കിയൊരു ബ്രാൻഡാണ് റോയൽ ഡ്രൈവ്. അപ്പോൾ അത് കാരണം
നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ബാക്കിയുള്ള ഇഷ്യൂസുകൾ ഇപ്പോൾ ഈ ഭൂട്ടാൻ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അതിൽ ഒരു വണ്ടി പോലും ഞങ്ങൾ പെടാത്തത് അത്തരം വാഹനങ്ങൾ ഇവിടെ കയറാതിരിക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സ് ഓൾറെഡി ഞങ്ങൾ ഈ പഴയ എക്സ്പീരിയൻസിൽ നിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഈ ഇൻഡിവിജ്വലായി ചെയ്യുന്ന സമയത്ത് നമുക്കും ഒരുപാട് പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. ആ പ്രയാസങ്ങളിൽ നിന്ന് നമ്മൾ പാഠം പഠിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ഡേറ്റ് ചെയ്ത് വരുന്നത്. ഈ അടുത്തായി നമുക്ക് അതുപോലെ തന്നെ ഏറ്റവും അത് വാർത്തകൾ ഇടനേറിയ കാര്യം കൂടിയായിരുന്നു ഈ ഭൂട്ടാനിലെ എന്താ പറയുക, ശരിക്കും ഇത്തരത്തിൽ നമ്മൾ വാഹനങ്ങൾ വാങ്ങുന്ന ഒരാൾക്ക് ഇപ്പോൾ ഇത് വിൽക്കുന്നു, ഇതിൻ്റെ ഇടയ്ക്കൊരു ഇടനിലക്കാരുണ്ടാവും, മീഡിയേറ്റേഴ്സ് ഉണ്ടാവും, ഇതിനപ്പുറത്തേക്ക് ഒരു വാഹനപ്രേമി ഇതിനോട് വാങ്ങണം മോഹത്തോടു കൂടി വാങ്ങുന്നവരാണ്. അപ്പോൾ നമ്മൾ പേരുകൾ വരുന്നത് പലപ്പോഴും സെലിബ്രിറ്റികളുടെ പേരുകളാണെങ്കിൽ പോലും ഇതല്ലാത്ത ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്നവർ വാങ്ങുന്നുണ്ട്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താ ശരിക്കും ഈ വാഹനക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട്? വാഹനക്കടത്തിൽ ഇവിടെ ഒരു സ്കാം ഉണ്ട് ആക്ച്വലി. ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും പലതരത്തിലുള്ള സ്കാമുകളുണ്ട്. ഇപ്പോൾ അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ചില വാഹനങ്ങൾ ടാക്സ് ഇപ്പോൾ 10 ലക്ഷം ടാക്സ് ഉള്ളത് 5 ലക്ഷം ടാക്സ് അടച്ച് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന RT ഓഫീസ് ഉണ്ട്. ഇത് ഞാനല്ല പറഞ്ഞു, ഇവിടുത്തെ ഗതാഗത മന്ത്രി ഇതിനെതിരെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിലൊക്കെ ബുദ്ധിമുട്ട് വരുന്ന ആർക്കാ വെച്ചാൽ വാഹനം രജിസ്റ്റർ ചെയ്യും, 10 ലക്ഷം അടക്കുന്നതിന് ഒരു 5 ലക്ഷം ടാക്സ് അടച്ച് താൽക്കാലികമായിട്ട് രജിസ്ട്രേഷൻ നടക്കും. രജിസ്ട്രേഷൻ നടക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ സം എമൗണ്ട് കൈക്കൂലി വാങ്ങിക്കും. പക്ഷേ മോട്ടോർ വാഹന വകുപ്പിനും എല്ലാ സർക്കാർ സംവിധാനത്തിനും ഒരു ഓഡിറ്റ് വരും. ആ ഓഡിറ്റിൽ ഇത് 3 കൊല്ലോ 5 കൊല്ലോ കഴിഞ്ഞ് ഇത് പിടിക്കപ്പെടുമ്പോൾ ചിലപ്പോൾ ആ ഓണറെ കയ്യിൽ നിന്ന് മറിഞ്ഞ് 2ഓ 3ഓ 4ാമത്തെ ഓണറെ കയ്യിലായിരിക്കും. പക്ഷെ സർക്കാർ അതൊന്നും നോക്കില്ല, ഡയറക്റ്റ് അദ്ദേഹത്തോട് ഈ എമൗണ്ട് അന്ന് വെട്ടിച്ച പൈസയും അതിൻ്റെ പലിശ അടക്കാൻ പറയും. അത് അടച്ചില്ലെങ്കിൽ ആ വ്യക്തിക്ക് നേരെ റവന്യൂ റിക്കവറിക്ക് വില്ലേജ് ഓഫീസിലേക്ക് നോട്ടീസ് പോകും. അപ്പോൾ ഒരു വാഹനം കേരളത്തിൽ പോലും രജിസ്ട്രേഷനിൽ പ്രോബ്ലം ഉണ്ട്. ഇത്രയും സാക്ഷരതയുള്ള നമ്മുടെ കേരളത്തിൽ ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒബിയസ്ലി ഇതിൻ്റെ ഒരു 10 ഇരട്ടി പ്രോബ്ലംസ് അതർ സ്റ്റേറ്റിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എല്ലാ മേഖലയിലും ഒരു വാഹനത്തിന് എന്തെങ്കിലും ബോണറ്റ് തുറന്ന് നോക്കി ആക്സിഡൻറ്റ് നോക്കിയോ അല്ലെങ്കിൽ ഇതൊക്കെ നോക്കുന്നതിൽ അപ്പുറമാണ് ഇതിൻ്റെ ആധാരം എന്ന് പറയുന്നത് ഇതിൻ്റെ RC ബുക്കാണ്. അപ്പോൾ ഈ വാഹനത്തിൽ പോലും ഇത്തരത്തിൽ തെറ്റുകൾ ചെയ്യാൻ കൂട്ടു നിൽക്കുന്ന ഒരു വിഭാഗം, ചെറിയ ന്യൂനപക്ഷമായ വിഭാഗം ഇവിടെ ഉണ്ടാകുമ്പോൾ അതിന് ബിസിനസ് ആക്കുന്ന ഒരാളുകളും ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഇതിൻ്റെ എൻഡ് യൂസർ ആൾ സെലിബ്രിറ്റി ആണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ആ വ്യക്തികൾക്കാണ് ഇതിൻ്റെ അവസാന കളങ്കവും സാമ്പത്തിക നഷ്ടങ്ങളും എല്ലാം സംഭവിക്കുക. കാരണം മറ്റുള്ള ആളുകൾ മേ ബി അവരുടെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരിക്കാം, ആളുകൾ ഈ ബിസിനസ് വിട്ടിട്ട് വേറെ വിദേശ രാജ്യങ്ങളിലായിരിക്കാം. കാരണം ഇതൊക്കെ എല്ലാം പിടിക്കപ്പെടുന്നത് ഇൻസ്റ്റൻ്റ് അല്ല. അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രോബ്ലം. ഇത് കുറേ കഴിഞ്ഞിട്ട് ഇത് പണ്ട് കേട്ട വസ്തു പൈസ കൊടുത്ത് വാങ്ങിയവർക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞ പോലത്തെ സംഭവമാണ് ഇത്. ബാക്കിയുള്ളവരൊന്നും അറിയുന്നില്ല, അവരത് നാട് വിട്ട് പോയിട്ടുണ്ടാവും. ഇപ്പോൾ മുംബൈയിലൊക്കെ ഞാൻ 2008 ഉണ്ടായിരുന്ന സ്കാം ബാങ്കുകളെ കബളിപ്പിക്കുന്നുണ്ട്. അവർ പ്ലാൻ ചെയ്ത് 100 കാർ ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് അവർ സ്കാം ചെയ്യുക. ആ 100 കാറിൽ അവർ സ്കാം ചെയ്തിട്ട് ആ ഓഫീസേ അവർ എടുത്തു പോയിട്ടുണ്ടാവും. നമ്മളവിടെ ചെന്നാൽ ആ ഏരിയ മനസ്സിലാവില്ല. വിക്രോളിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു UP ബേസ്ഡ് ഒരു ടീം, അവർ ആ സമയത്ത് അന്നത്തെ സമയത്ത് 100ഓളം കാറുകൾ ഒരുമിച്ച് ബാങ്കുകളെ കബളിപ്പിച്ച്, അത് ഒറിജിനൽ ലോൺ ഉള്ളത് അവരെ സീലും കാര്യങ്ങളും വെച്ച് ലോൺ ക്ലോസ് ചെയ്ത് NOC എടുത്തിട്ട് കേരളത്തിലോട്ട് വിടും. ബാങ്കിൽ കറക്റ്റ് EMI അടക്കും കുറഞ്ഞ സമയത്തേക്ക്, ഇവർക്ക് ആ മുങ്ങുന്ന സമയത്തേക്ക്. അപ്പോൾ EMI വരണോണ്ട് ബാങ്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ EMI മുടങ്ങുമ്പോൾ നോക്കുമ്പോൾ വാഹനം RT ഓഫീസിൽ ചെല്ലുമ്പോൾ വാഹനം ഓൾറെഡി കേരളത്തിൽ വേറെ നമ്പറിലായിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ അപ്പോൾ ഇത് ഒരു വാഹനം ചെയ്യല്ല, ഇവരൊരു 100 വാഹനം 200 വാഹനമൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. അന്ന് ഒരു വണ്ടിയുടെ വില ഇപ്പോൾ 10 ലക്ഷം ആണെങ്കിൽ 200 × 10 lakh എന്ന് പറയുന്നത് ഓൾറെഡി ആ വാഹനത്തിൽ ലോണുണ്ട്, അത് വീണ്ടും വിൽക്കുകയാണ് അടുത്ത ആൾക്ക്. അപ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ ഇത് വാങ്ങുന്ന ആളും അറിയുന്നില്ല, വാങ്ങുന്ന ആളെയും കബളിപ്പിക്കേണ്ട, ആ ലോണ് നിർത്തി വാങ്ങും, ഞങ്ങൾ ലോൺ ക്ലോസ് ചെയ്തോളാം. പക്ഷെ അവർ ആക്ച്വലി ക്ലോസ് ചെയ്യുന്നില്ല, പക്ഷേ RC ബുക്കിൽ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ മേഖലയിലും ഇപ്പോൾ നമുക്കറിയാം ഇത് കൈമാറി വരുന്ന സമയത്ത് ഇത് വാങ്ങുന്ന ആൾ അത് തിരിച്ചറിയാൻ എൻ്റെ യൂസർ എടുത്ത് ആളിത് തിരഞ്ഞു വരും. RTO രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കേരള രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും വണ്ടി ആരെടുത്തുകൊണ്ട് പോകും? അതാത് സ്ഥലത്തെ പോലീസോ ആളുകളൊക്കെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇതിൻ്റെ നഷ്ടം അപ്പോഴും സംഭവിക്കുന്ന ആർക്കാണ്? ഈ എൻഡ് യൂസർക്ക്. അപ്പോൾ ഇത് ഒരു തുടർച്ചയായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളാണ്. അപ്പം നമ്മൾ
ഒന്നുകിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഇന്ന് വാങ്ങുക, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങുക. ഇത് രണ്ടും മാത്രമാണ് വ്യത്യാസമുള്ളൂ. പക്ഷെ പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന പലരും ചെന്ന് പെടുന്നത്, ഇപ്പോൾ ഇവിടെ വന്നൊരു വണ്ടിയുടെ വില ചോദിക്കും, ഇവിടെ 10 ലക്ഷം എന്ന് പറഞ്ഞു. ആ വണ്ടി 8 ലക്ഷത്തിന് കേരളത്തിൽ തന്നെ അതേ കണ്ടീഷനിൽ ഒരാൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡബിൾ ചെക്ക് ചെയ്യണം. കാരണം അങ്ങനെ ഒരു പഴയതുപോലെയല്ല, ലോകം ഭയങ്കരമായി ട്രാൻസ്പെറൻസി വന്നു. ഞങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടോ വെച്ചാൽ ഒബിയസ്ലി ബിസിനസ്സാണ്, പ്രോഫിറ്റ് ഉണ്ടാവാം, ഉണ്ട് ഷുവർ, കാരണം ബിസിനസ് റൺ ചെയ്യണം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഹ്യൂജ് എമൗണ്ട് പ്രോഫിറ്റിലൊന്നും ബിസിനസ് ചെയ്യാൻ പറ്റിയ ലോകമല്ല ഇപ്പോൾ. കാരണം മാർക്കറ്റ് കുറച്ചുകൂടി ഓപ്പൺ ആണ്. ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഏത് കുട്ടികളോട് ഇപ്പോൾ 2018 ഇന്നോവ ഇന്ന ഓപ്ഷൻ, ഇത്ര കിലോമീറ്റർ, ഇത്ര ഓണർഷിപ്പ്, എന്ത് വില ചോദിച്ചാൽ മാർക്കറ്റിലെ 10 ആളോട് ചോദിച്ചാൽ അവർക്ക് എല്ലാവർക്കും വാല്യൂ അറിയാം. ആ വാല്യൂന്ന് ലെക്കായിട്ടൊരു വാഹനം വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്നാണ് നമ്മൾ ചിന്ത സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അവിടെയാണ്, ആ ലെക്കിലാണ് പലരും കബളിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നതോടുകൂടി, ഞാൻ ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്, പക്ഷേ ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും ഒരു സ്ഥാപനവും ഒരു രജിസ്ട്രേഡ് അക്കൗണ്ടും ആ സ്ഥാപനത്തിനൊരു അഡ്രസ്സും അതിൻ്റെ ഓണേഴ്സിനൊരു അഡ്രസ്സും, ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഇഷ്യൂ വന്നാൽ അവരുടെ അടുത്ത് ചെന്ന് പറയാൻ പറ്റുന്ന, മെക്കാനിക്കൽ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് റിപ്പയർ ചെയ്യാൻ പറ്റും. അതേസമയം ഇതിൻ്റെ RC ബുക്കിലെ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ടോട്ടൽ എമൗണ്ടാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഈ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ വാർത്തകൾ വന്നത് കുറേ കൂടി ഈ താരങ്ങളിൽ തന്നെ വണ്ടിപ്രാന്തന്മാരിലോട്ടും ഇഷ്ടമുള്ളവരത്തേക്കായി. ഇപ്പോൾ ദുൽഖർ ആണെങ്കിലും അമിത് ആണെങ്കിലും ഒക്കെ ഈ വാഹനങ്ങളോട് ഇഷ്ടമുള്ളവർ കൂടിയാണ്. അപ്പോൾ ഈ വാർത്ത കുറേയും പ്രാധാന്യം കിട്ടിയത് അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഐ മീൻ അത്തരത്തിലേക്ക് ഫോക്കസ് ചെയ്തത്, അല്ലാതെ കുറേ പേര് വെഹിക്കിൾ എടുത്തവരുണ്ട്. ആ കസ്റ്റംസിൻ്റെ അവർ തന്നെ പറഞ്ഞു, ഓൾറെഡി 15ഓളം വെഹിക്കിൾ അവർ പിടിച്ചു, ഇനിയും ബാക്കി ഇത്ര വണ്ടികൾ ഇവിടുന്ന് പിടിക്കാനുണ്ട്. അപ്പോൾ ഒബിയസ്ലി ഈ രണ്ടോ മൂന്നോ പേരുകൾ മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്കും പെയിന് വന്നിട്ടുണ്ട്. അതിൽ മോഡൽ കൂടിയതുണ്ടാവാം, കുറഞ്ഞതുണ്ടാവാം, പലതും ഉണ്ടാവാം. ഇപ്പോൾ 2 വർഷം മുമ്പ് ഇന്ത്യയിലെ വലിയൊരു പ്രശസ്തമായ സ്ഥാപനത്തിൻ്റെ ഉന്നത പോസ്റ്റിലിരിക്കുന്നൊരു വ്യക്തി ഈ നമ്മുടെ ഡിപ്ലോമാറ്റുകളുടെ കെയർ ഓഫിൽ വണ്ടികൾ കൊണ്ടുവന്ന്, അതും വലിയ വാർത്തകളായിരുന്നു. അതായത് ഡിപ്ലോമാറ്റിൻ്റെ പേരിൽ കൊണ്ടുവന്ന് ഇന്ത്യ രജിസ്റ്റർ ചെയ്ത് ഇതേപോലെ കസ്റ്റംസ് വെട്ടിച്ച് അന്ന് ലാൻഡ് ക്രൂയിസുകൾ 440 എന്തോരൊക്കെ എണ്ണം പറഞ്ഞു. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇത് എല്ലാ മേഖലയിലും. ഇപ്പോൾ ആളുകൾ പറയും, ഇപ്പോൾ ഈ മേഖലയിലുണ്ട്, ഡോക്ടേഴ്സിൽ മോശപ്പെട്ട ആളുകളുണ്ട്, അവരാണ് ഈ കിഡ്നി അടിച്ച് മാറ്റുന്നത്, ബാധിക്കുന്നത് എല്ലാവരും കൂടിയാണ്. പോലീസിൽ മോശപ്പെട്ട ആളുകളുണ്ട്, എന്നാൽ പോലീസ് ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്. ഈ മനുഷ്യൻ എന്നതിൽ ഒരു ചെറിയ വിഭാഗം എല്ലാത്തിലുണ്ട്. അവർ യൂസ്ഡ് കാർ മാർക്കറ്റിലുണ്ടാവാം, അവർ ഹോസ്പിറ്റലിലുണ്ടാവാം, അവർ ചിലപ്പോൾ പോലീസ് ആവാം, അവർ ഭരണാധികാരികൾ ആവാം. അപ്പോൾ ഇത് മനുഷ്യൻ്റെ ഒരു സൈഡാണ്. ആ സൈഡ് നമ്മൾ സൂക്ഷിച്ചും കണ്ടും നമ്മൾ വാങ്ങിക്കുമ്പോൾ സൂക്ഷിച്ച് വാങ്ങിക്കുക എന്ന് മാത്രമേ ഉണ്ട്. ആൻഡ് പലപ്പോഴും ഈ ആഡംബര വാഹനങ്ങൾ കേരളത്തിൽ കുറേ കൂടി അട്രാക്റ്റീവ് എന്ന് താരങ്ങൾ എടുക്കുന്ന സമയത്താണ് ശരിക്കും ഇത് ഇത്തരം കാറുകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരിലൂടെയാണ് കൂടുതലും അറിയാം. ബിസിനസ്സുകാർ എടുക്കുന്നുണ്ടെങ്കിൽ പോലും സിനി ആർട്ടിസ്റ്റുകൾ എടുക്കുമ്പോഴേക്കും കുറേ കൂടി ശ്രദ്ധിക്കുക. അത്തരത്തിൽ കുറേയേറെ വാഹനങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിൽ താരങ്ങളുടെ വാഹനങ്ങൾ ഏതെങ്കിലും ഉണ്ടോ നിലവിൽ ഇപ്പോൾ നമ്മുടെ ഷോറൂമിൽ? ഇപ്പോൾ നമ്മുടെ കൊച്ചി ഷോറൂമിൽ നമ്മുടെ ജോജു അദ്ദേഹത്തിൻ്റെ കൺവെർട്ടിബിൾ മിനി കൂപ്പർ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, കയറി വരുമ്പോൾ കണ്ട മിനി കൂപ്പർ ജോർജിൻ്റെയാണ്. അതെ, കേരളത്തിൽ തന്നെ വളരെ റെയറാണ് ഈ കൺവെർട്ടിബിൾ. നോർമൽ മിനി കൂപ്പർ ഇഷ്ടം പോലെയുണ്ട്, പക്ഷേ കേരള രജിസ്ട്രേഷനിൽ ഒരു കൺവെർട്ടിബിൾ എന്നുള്ളത് റെയറാണ്, വളരെ റെയറാണ്. അതൊരു റെയർ പീസാണ്. ആ റെയർ പീസ് നമുക്ക് അന്നൊന്ന് കണ്ടാലോ? തീർച്ചയായിട്ടും അല്ലേ. അപ്പം ഇതാണ് മുജീബ് സാറ് പറഞ്ഞ താരങ്ങളിലെ താരം ജോജി ജോർജിന്റെ മിനി കൂപ്പർ അല്ലേ? ഇതിന്റെ ഓൾറെഡി ഇത് വാർത്തകളിലൊക്കെ ശ്രദ്ധേയമായിരുന്നു, പ്രത്യേകിച്ച് ഇതിന്റെ കളറും കാര്യങ്ങളും ആയിരുന്നു. ഇത് ഏത് ശരിക്കും ഇതിന്റെ മോഡൽ വരുന്നത്? അപ്പോൾ ഇത് 2021 മോഡല് സെസ്റ്റിയല്ലോ. പേരിൽ തന്നെ പുതുമയുണ്ട്. കേരളത്തിലെ ആദ്യത്തേതായിരുന്നു. അതെ, ഈ കളറിലുള്ള ഫസ്റ്റ് വെഹിക്കിൾ. ഇത് അന്ന് ജോജു എടുത്ത സമയത്ത് ഭയങ്കര ന്യൂസ് വാല്യൂ വന്ന വണ്ടിയാണ്, പ്രത്യേകിച്ച് ഈ കൺവെർട്ടബിൾ എന്നുള്ളത്. കാരണം മിനി കൂപ്പർ ഒരുപാട് പേര് ഓൺ ചെയ്യുന്നുണ്ട്, പക്ഷേ കൺവെർട്ടബിൾ വളരെ റയറാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പീസും വന്നിട്ടില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇത് ഏകദേശം ഇപ്പൊ ഈ മോഡൽ ഇറങ്ങുന്നുണ്ട്, പക്ഷേ ഈ തുടക്കത്തിൽ ഇറങ്ങിയ സമയത്ത് ഈ മോഡൽ ഭയങ്കര സ്വീകാര്യത ഉണ്ടായിരുന്നു. പിന്നെ മാറ്റം വന്നതിൽ അല്ലെ കുറെ അധികം ഏറ്റവും പുതിയ ഷേപ്പിൽ ഇത് കൺവെർട്ടബിൾ വരുന്നേ ഉള്ളൂ. ഇപ്പൊ പുതിയ ഷേപ്പിൽ ഇത് അവൈലബിൾ അല്ല. ഓക്കെ, ഇത് ഏതാ മോഡല്? 2021. ഇത് ഏകദേശം ഇപ്പോഴത്തെ കൊടുക്കുന്ന പ്രൈസ് എന്തായാലും ഷോറൂമിൽ വന്നിട്ട് അറിയാം, പക്ഷേ ഇത് ഇറങ്ങുന്ന സമയത്ത് എത്ര ഉണ്ടായിരുന്നു പ്രൈസ്? ഏകദേശം 65ന്റെ നിയറിന് 65ന്റെ അടുത്താണ്. അപ്പം എന്തായാലും ഈ താരങ്ങളിലൂടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വണ്ടികളിലോട് കുറച്ചുകൂടി പ്രേമം തോന്നാറുണ്ട് കാണുമ്പോൾ, അത് കൊള്ളാലോ എന്നുള്ളത്. അപ്പം അത്തരത്തിൽ
ജോയിച്ചേട്ട് ഉപയോഗിച്ച വണ്ടിയാണെന്നുള്ളൊരു പ്രത്യേകത കൂടിയുള്ളൊരു താരം കൂടിയാണ് റോയൽ ഡ്രൈവിലെ അല്ലേ മിനി കൂപ്പർ എന്നുള്ളത്. നമ്മളിവിടെ കാണാൻ വന്നത് ജോർജ് ജോർജിൻ്റെ കാറാണ്. പക്ഷെ മിനി കൂപ്പർ കണ്ടപ്പോൾ അറിയാതെ കണ്ണുടക്കി പോയിട്ടുള്ളൊരു കൊമ്പനോടെ കിടപ്പുണ്ട് അല്ലേ, വെൽഫെയർ. എനിക്കൊന്നു നമ്മൾ ലാലേട്ടനിലൂടെയാണ് വെൽഫെയർ ഇവിടെ ഇറങ്ങി കേരളത്തിൽ നമ്മൾ കണ്ടു തുടങ്ങിയത് അല്ലേ. കുറേ കൂടി ഒരുപാട് സെലിബ്രിറ്റീസ്, ഒരുപാട് ബിസിനസ്സുകാർ അവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ്. അതെ, എനിക്കൊന്ന് ഇവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് വെഹിക്കിൾ ഇപ്പോൾ നിലവിൽ ഇതാണ്. നിലവിൽ ഇപ്പോൾ കൊച്ചി ഷോറൂമിലുള്ളതിൽ ഒരെണ്ണം ഇതാണ്. എത്ര വരുന്നത്? ഇത് നമ്മൾ ഏകദേശം 1,10,00,000 രൂപയുടെ നിയറാണ് ഇത് സെയിൽ ചെയ്തത്. 1,10,00,000 ഉണ്ടെങ്കിൽ റോയൽ ഡ്രൈവിൽ നിലവിൽ കൊച്ചിയിൽ കിടക്കുന്നതിലെ കൊമ്പനെ കൊണ്ടുപോകാൻ പറ്റും. 2023 മോഡലാണ്. പിന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് പറഞ്ഞാൽ ടയോട്ടയ്ക്ക് എപ്പോഴും ഒരു റീസെയിൽ വാല്യൂ ഭയങ്കര ഹൈ ആണ്. പിന്നെ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവാണ്, ഡ്യൂറബിലിറ്റി കൂടുതലാണ്. അൾട്ടിമേറ്റ് ഇതൊരു എന്താ പറയുക, നമുക്കൊരു ലോങ് ജേണിയൊക്കെ വളരെ കംഫർട്ടായിട്ട് പോകാം. ഈവൻ നമുക്കുണ്ടായ ബിസിനസ് മീറ്റിംഗ്സുകൾ, കാര്യങ്ങൾ, അതിനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ആ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ പോകാൻ പറ്റും. ഇനി കേരളത്തിൽ നമ്മുടെ പുതിയ ഹൈവേകളൊക്കെ വരുമ്പോൾ ഇത്തരം വെഹിക്കിൾസിൻ്റെ എണ്ണം എന്തായാലും കേരളത്തിൽ കൂടുതലായിട്ട് വരും എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ സാധ്യതകളും കുറേ കൂടി കൂടുകയാണ്. കാരണം റോഡായിരുന്നു ഇത്രയും കാലം ഇതിൻ്റെയൊക്കെ ഒരു കംഫേർട്ട് കുറവല്ല, ഞാൻ പറഞ്ഞത് ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇനി പറഞ്ഞ നല്ല റോഡുകൾ കൂടി വരുന്നതോടുകൂടി നമ്മുടെ മലേഷ്യ പോലെ അല്ലെങ്കിൽ തായ്ലാൻഡ് പോലെയൊക്കെ ഇത്തരം വെഹിക്കിൾസ് ആയിരിക്കും റോട്ടിൽ കാറുകളേക്കാൾ കൂടുക എന്നാണ് എൻ്റെ ഒരു തോന്നുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പുറമത്തെ ഈ ആഡംബരത്തിന്റെ വലുപ്പത്തിനൊപ്പം തന്നെ അതിന്റെ ഇന്റീരിയർ ഭയങ്കര അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഇത് പറയുമ്പോൾ തന്നെ വെൽഫെയർ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് അതിലെ സീറ്റിംഗ് ഇരുന്ന് നോക്കാനുള്ള ഒരു കംഫർട്ട് തന്നെയാണ് അല്ലേ, അതിന്റെ ഒരു ലെഗ് സ്പേസ് ആണെങ്കിലും. അപ്പൊ നമുക്കതൊന്ന് ഇരുന്നുകൊണ്ട് നോക്കാം. ഫുള്ളി ബ്ലാക്ക് വിത്ത് ബ്ലാക്ക് ഇന്റീരിയർ കൂടിയാണ്. അതെ, ഇന്റീരിയർ കൂടി അതെ ബ്ലാക്ക് ആണ്. രാജകീയം എന്നല്ലാതെ മറ്റൊരു വാക്കും പറഞ്ഞ് തുടങ്ങാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കയറുമ്പോൾ കുറേ കൂടി വാഹനപ്രേമത്തിൻ്റെ ഒപ്പം തന്നെ കളർ ഇഷ്ടപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്ലാക്കിനോട് കുറച്ചും കൂടിയും അത്രയും ഒരു സെക്സി ലുക്ക് എന്നുള്ളൊരു സാധനം നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ ഇഷ്ടം പുറമേ മാത്രമല്ല ഇൻറ്റീരിയറിലാണെന്നുണ്ടെങ്കിലും അല്ലേ, ഒരു കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടി അട്രാക്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ്. 2.5 ഹൈബ്രിഡ് എഞ്ചിനാണ് 2023 വരുന്ന. 1,10,00,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു കംഫർട്ട് സംഭവം കറക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. സാറിന് പൊതുവേ ഭ്രമം എങ്ങനെയാണ്? ഒരു ഡ്രൈവേഴ്സ് കാർ എന്നുള്ള രീതിയിൽ കൊണ്ടുനടക്കാനാണോ? ഡ്രൈവ് ചെയ്യാനാണ് ഇഷ്ടം. ഓക്കെ, ഈ മുതലാളിയായിട്ട് ഇരിക്കൽ കുറവാണ്. എനിക്കൊന്ന് ബിസിനസ്സുകാർക്കിടയിൽ മമ്മൂക്കയാണ്. മമ്മൂക്കയുടെ ഡ്രൈവേഴ്സിന് അധികം പണിയില്ലാന്ന് പറഞ്ഞ പോലെ മുജീബ് സാറിന്റെ ഡ്രൈവേഴ്സിന് അധികം പണിയില്ല. അദ്ദേഹമാണ് നമ്മളെ റോൾ മോഡൽ. അതാണ്. യെസ്, കാരണം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമ്മളെപ്പോഴും നമ്മളെ നെർവസ് ഒക്കെ എപ്പോഴും ആക്റ്റീവായിരിക്കും. അതെ അതെ അതെ, നമ്മളെപ്പോഴും ആ ഒരു കോൺഷ്യസ് എന്നുള്ള കാര്യങ്ങളിൽ നമ്മൾ അലേർട്ടായിക്കൊണ്ടിരിക്കും. എൻ്റെ ഒരു തോന്നലാണ്. നമ്മൾ നേരത്തെ കുറേയേറെ താരങ്ങളുടെ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ മുമ്പാണ് റോയൽ ഡ്രൈവ് ഇവിടെ വന്ന സമയത്ത് ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഷോറൂം, നമ്മുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് കാർ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് എൻ്റെ കണ്ണ് മൊത്തം പോയത് കോഹ്ലിയുടെ കാർ അവിടെ കിടപ്പുണ്ടായിരുന്നു. അത് കിടന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അന്ന് ഭയങ്കര അട്രാക്ട് ചെയ്തില്ല. കാരണം ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇവിടെയുള്ള താരങ്ങളുടെ കാർ എടുക്കുന്ന പോലെയല്ല, അത് വരുന്നത് അവിടെ നിന്നാണ്. മുംബൈ ഡൽഹിയിൽ കാണുന്ന ഒരു കാർ ഇവിടെ വരുന്നു എന്നുള്ള സാധനം. അത് ആരാണ് ശരിക്കും അത് ഇപ്പം കാണുന്നില്ല, അതുകൊണ്ട് ഇപ്പം മനസ്സിലായി കുറേ മുമ്പാണ് അത് വാങ്ങിയിട്ടുണ്ടായിരിക്കും. മലയാളി തന്നെയാണോ വാങ്ങിയത്? അല്ല, അത് കോയമ്പത്തൂരുള്ളൊരു കസ്റ്റമറാണ് വാങ്ങിയത്. ഓക്കെ, അത് ശരിക്കും അതിൻ്റെ ഒരു വളരെ രസകരമായൊരു ഹിസ്റ്ററി എന്താ വെച്ചാൽ, അത് വാങ്ങിച്ച ആള് ഏകദേശം 70 വയസ്സിൻ്റെ മുകളിലൊരു വ്യക്തിയാണ്. അദ്ദേഹം അത് വാങ്ങി ഞങ്ങളോട് പറഞ്ഞത്, എനിക്കൊരു ലംബോർഗിനി ഓൺ ചെയ്യാന്നുള്ള എൻ്റെ ഒരു ഡ്രീമായിരുന്നു. 70 വർഷം ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഡ്രീം റോയൽ ഡ്രൈവ് വഴിയാണ് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അതെ അതെ, അത് വെറും ലംബോർഗിനി അല്ല അല്ലേ, അതിന് ഒരുപാട് പ്രത്യേകത. അത് ഇതുപോലെ സ്പൈഡർ എന്ന് പറയുന്ന ഒരു മോഡലായിരുന്നു. അത് കാബ്രിയോലായിരുന്നു, കൺവെർട്ടബിൾ ആയിരുന്നു. വളരെ സ്പെക്കോട് കൂടി അന്നത്തെ കാലത്ത് വളരെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു ലംബോർഗിനി ആയിരുന്നു. അതെ അതെ, ഈ പലപ്പോഴും നമ്മൾ വാഹനങ്ങളുടെ സ്പെക് എന്താണ് നോക്കുന്നതിനേക്കാൾ ഇപ്പുറത്തേക്ക് ഒരു പ്രീമിയം കാർ നമുക്ക് സ്വന്തമായിട്ട് വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. ഇത് നമ്മൾ മുമ്പ് താരങ്ങൾ ഉപയോഗിച്ചതാണ് എന്ന് പറയുമ്പോൾ, അപ്പോൾ പ്രത്യേകിച്ച് കോഹ്ലി ഇത്രത്തോളം ഫാൻ ഫോളോയിങ് ഉള്ള അത്രയും ഇതിഹാസമാണ്. അപ്പോൾ ഇത് ശരിക്കും ആളുകൾക്കൊരു ഇഷ്ടം വരുമോ? ഇവരുപയോഗിച്ച വണ്ടി അത് വാങ്ങണം എന്നുള്ള തോന്നൽ അങ്ങനെ പറയാറുണ്ടോ? ശരിക്കും എന്തായാലും ചെറിയ പ്രൈസിലൊരു അഡ്വാൻറ്റേജ് കിട്ടുമോ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല. തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു താരം ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു 10 ലക്ഷം കൂട്ടി വാങ്ങുക, ആ ഒരു കാലമൊക്കെ കഴിഞ്ഞു പോയി. പക്ഷേ അവരത് ആസ്വദിക്കുക. കാരണം ഈ വാഹനം ഇപ്പോൾ 369 ഉദാഹരണം, ഈ ഇപ്പോൾ ഇവിടെ ഒരു 5 സീരീസ് കിടക്കുന്നത് 369, അത് ആക്ച്വലി മമ്മൂട്ടിയുടെ വാഹനം അല്ല. എന്നാൽ പോലും ആ ഓണർ ആ നമ്പർ ബുക്ക് ചെയ്ത് എന്തുകൊണ്ടാണ്? ആ നമ്പർ
മമ്മൂട്ടി. അപ്പോൾ ഇതൊരു ട്രാഫിക്കിലൂടെ പോകുമ്പോൾ ഒരു ഇതിൽ ഒരു ശ്രദ്ധയും കൂടി എക്സ്ട്രാ കിട്ടും. ഇപ്പോൾ കോഹ്ലിയുടെ ഇപ്പോൾ ജോജുയുടെ വാഹനമാണ്. ജോജു ഈ വാഹനം എടുത്തതും ഇതിൻ്റെ ഉപയോഗിച്ചതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ വാഹനം പോകുമ്പോൾ ആ വാഹനത്തിന് റോട്ടിലൊരു ഒരു സ്പെഷ്യൽ കെയർ ഉണ്ട്, അതിന് കിട്ടും. അതാണ് ഈ സെലിബ്രിറ്റി വാഹനങ്ങളോട് ആളുകൾക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എൻ്റെ ഒപ്പം കൂട്ടിച്ചേർത്തോട്ടെ. ഇപ്പോൾ മമ്മൂക്കയാണ് ഇപ്പോൾ നമ്മുടെ താരങ്ങളിൽ ഏറ്റവും വണ്ടിപ്രാന്തമുള്ള ഒരാൾ. അപ്പോൾ മമ്മൂക്കയുടെ ഒരു കാറാണ്, അപ്പം അതിന് മാർക്കറ്റിലെ വിലയേക്കാൾ കൂടുതൽ ഇത് മമ്മൂക്ക ഉപയോഗിച്ച കാറാണെന്ന് വെച്ചിട്ട് 5 ലക്ഷം കൂട്ടി കൊടുത്താൽ വാങ്ങാൻ ആളുണ്ടാവില്ലേ? ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് മേ ബി ഉണ്ടാവാം. അത് ഇപ്പോൾ ഈ താരം എന്ന് പറയുന്നത് തന്നെ ആരാധനയാണ്. അപ്പോൾ പല ആളുകൾക്കും പല രീതിയിലാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് റേഞ്ച്, ഇപ്പോൾ ഉദാഹരണം 3 കോടി കൊടുത്ത് വാങ്ങുന്ന ഒരാൾ അല്ലെങ്കിൽ 5 കോടി കൊടുത്ത് വാങ്ങുന്ന ഒരാൾക്ക് ആ ആരാധന ഏത് രീതിയിലാണെന്ന് അറിയാൻ പറ്റില്ല. അതേസമയം കുറച്ചുകൂടി വേറെ ഇപ്പോൾ പല മൈൻഡ് സെറ്റിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ അത് ഡിപ്പെൻഡ് ഓൺ വാങ്ങുന്ന കസ്റ്റമറാണ്. നമുക്ക് ഒരിക്കലും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഇത്ര വിലയ്ക്ക് ഒരു പ്രീമിയം പ്രൈസിന് പോകുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു 5 ചോയ്സ് ഉണ്ട്. അതിൽ ഇപ്പോൾ കിലോമീറ്റർ കൂടുതലാണ് അല്ലെങ്കിൽ കുറച്ച് ചോയ്സ് കുറവുള്ള അല്ലെങ്കിൽ ഓപ്ഷൻ കുറവുള്ളതാണെങ്കിൽ ഒരു താരത്തിൻ്റെ എൻഡോഴ്സ്മെൻറ്റ് വരുമ്പോൾ ഒബിയസ്ലി അതിനൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും. അതായത് പെട്ടെന്ന് അത് വാങ്ങിക്കാൻ ആളുകളൊരു ഇഷ്ടം കാണിക്കും. പേ ചെയ്യുന്നിടത്ത് എന്തായാലും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഒക്കെ എല്ലാം ഒരു ആഗ്രഹങ്ങളും നമ്മൾ മോഹവില എന്നുള്ളൊരു വാക്ക് തന്നെ പദപ്രയോഗം വരുന്നത് അവിടെയാണ്. ഈ പലപ്പോഴും രണ്ടായിട്ട് കാറ്റഗറി, ഇപ്പോൾ ഫ്ലൈറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും, ഇപ്പോൾ എക്കണോമിയിൽ പറഞ്ഞ പിന്നെ അറിയാം ബിസിനസ് ക്ലാസ് ആണ് അല്ലെ. ഈ ബിസിനസ് ക്ലാസ് പറയുന്നത് തന്നെ ആ ഒരു കാറ്റഗറി ചെയ്യുന്നത് തന്നെ പല കാര്യങ്ങളിലോട്ട് പോകുന്ന അവിടെയാണ്. അപ്പം നമ്മളിപ്പോൾ താരങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ടാവുക സ്വാഭാവികമായിട്ട് ബിസിനസ്സുകാരായിരിക്കും. ഇതൊന്നും മുഖ്യധാരയിലോട്ട് വരില്ല, വാർത്തകളിൽ ഇടം പിടിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും അത്തരത്തിൽ ബിസിനസ്സുകാരായിട്ട് നമുക്ക് ഇവിടെ ഉണ്ടോ, ബയേഴ്സ് ആയിട്ടുണ്ടോ? ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കിൽ BMW 750 എല്ലാം ഉണ്ട്. ഈ 750യുടെ പ്രത്യേകത എനിക്കുണ്ട്, കേരളത്തിലാകെ 2 വണ്ടിയിട്ടേ ഉള്ളൂ. കാരണം അത് അന്ന് 2,75,00,000 രൂപ ഓൺ റോഡ് ഉണ്ട് വരുന്നുണ്ട്. അതേ സമയത്ത് 730യും 740ക്കും 1,40,00,000 ഉള്ളൂ. ഇരട്ടി വില കൊടുത്ത് സെയിം വെഹിക്കിൾ വാങ്ങുക എന്ന് പറയുന്നത് അതിലെ സ്പെക്കും അതിൻ്റെ കംഫർട്ടും അത് ഒരേ സമയം ഷോഫ് ആൻഡ് ഡ്രൈവ് ആണ്, അതേസമയം സെൽഫ് ഡ്രൈവിനും പവർ കിട്ടുന്ന ആഡംബരത്തിന്റെ അവസാനത്തെ അപ്പോൾ ഇത് രണ്ടും കൂടി സമന്വയിച്ചൊരു വാഹനമാണിത്. അപ്പോൾ ഇത് യൂസഫ് അലി സാറിന്റെ വെഹിക്കിൾ. മലയാളികളുടെ അല്ലെങ്കിൽ ബിസിനസ് രംഗത്ത് ഏറ്റവും അഭിമാനകരമാണ് അല്ലെ, ആദ്യം പറയുന്ന പേരാണ്. യൂസഫ് അലിക്കയുടെ കാർ ഇവിടെ റോയൽ ഡ്രൈവിൽ വന്ന് കാണാൻ പറ്റും. നമുക്കൊന്ന് കണ്ട് ഡീറ്റെയിൽസ് നോക്കാൻ തോന്നുന്നു. അപ്പൊ അതാണ് നമുക്ക് പറഞ്ഞാലേ യൂസഫ് അലി സാറിന്റെ 2.25 കോടിയുടെ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ വന്നതിൽ നിലവിൽ റേറ്റ് കൂടുതൽ വെൽഫെയർ ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വണ്ടിയുടെ വില വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആഡംബരത്തിന്റെ BMW അവസാന വാക്കാണ് അല്ലെ 750 Li എന്നുള്ളത്. അത് യൂസഫ് അലി സാറിന് കൂടിയാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അന്നത്തെ ഏറ്റവും കൂടിയ സ്പെക്കിലുള്ള വാഹനം ഇതും ഒരു എംസ്പോർട്ടാണ്. എംസ്പോർട്ട് സ്പെക്കിന്റെ കൂടെ ഈ പറഞ്ഞ പോലെ ഒരുപാട് അഡീഷണൽ പിന്നെ ആക്സസറീസ് എന്നുള്ള രീതിയിലേക്ക് അത് കേട്ടിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞ പോലെ അഡീഷണൽ കോസ്റ്റ് വരാത്തെന്നുള്ള രീതിയിലേക്ക് നമുക്ക് കിട്ടും. ഏകദേശം 2.25 കോടി രൂപ വില വരുന്നത് ഇന്ന് റോയൽ ഡ്രൈവിലാണെങ്കിൽ നമുക്ക് എത്രയ്ക്ക് സ്വന്തമാക്കാം? നിയർ 75 lakhs അല്ലേ. BMW തന്നെ എല്ലാവരും ഉണ്ടാണെങ്കിൽ പ്രത്യേകിച്ച് 7 സീരീസിലല്ലേ 750 Li എന്നുള്ളത് സ്വന്തമാക്കാൻ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് യൂസഫ് അലി സാർ ഉപയോഗിച്ച് വണ്ടി ഇവിടെ ഉണ്ട് എന്നൊരു സംഭവം കൂടി തന്നെയാണ്. അത്തരത്തിൽ പൊതുവേ ആ ഒരു ടൈപ്പ് ഉണ്ടോ ശരിക്കും? തീർച്ചയായും നമ്മൾ അവരുടെ ഒരുപാട് വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് വാഹനം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വാഹനങ്ങൾ ഞങ്ങൾ ഇതിനു മുമ്പ് മകളുടെ വാഹനങ്ങളൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. വോൾവോയുടെ ഒരു XC90 എക്സലൻസ്, അതിനു മുമ്പ് വേറൊരു വാഹനം, അതുപോലെ അദ്ദേഹത്തിന്റെ പഴയൊരു മിനി കൂപ്പർ, ഇതൊക്കെ നമുക്കാണ് തന്നിട്ടുള്ളത്. ഈ പൊതുവേ BMW 7 സീരീസ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ബെൻസിലോട്ട് വരുമ്പോൾ നിങ്ങൾ S ക്ലാസ്സിലോട്ട് പോകും അല്ലേ. നമ്മൾ കാണാൻ അവിടെ നിന്ന് വന്നത് യൂസഫ് അലി സാറിന്റെ കാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ കണ്ണുടക്കുന്ന ഒരാൾ കൂടി അതിൻ്റെ അപ്പുറത്തുണ്ട്. ചന്ദ്രോത്സവത്തിൽ പറഞ്ഞ പോലെ ആനേനെ വാങ്ങാം, S ക്ലാസ് ബെൻസ് വാങ്ങാം എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിന് മനസ്സിലാവും എത്രത്തോളം അതിൻ്റെ ഒരു സ്വീകാര്യത. ഇത് 19 മോഡലിൽ അപ്ഡേറ്റഡ് ആയിട്ട് വന്ന S ക്ലാസ് ആണ്. ഒരു അടിപൊളി ഭയങ്കര റിഫൈനഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനോട് കൂടിയുള്ള വാഹനമാണ്. ഇതെല്ലാം ഇതിൻ്റെയൊക്കെ പ്രത്യേകത എല്ലാം കേരള രജിസ്ട്രേഷനാണ്. എൻ്റെ ചോദ്യം അതിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്കത് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നൊരു കാര്യം, നമുക്ക് ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കുന്ന പോലെ അല്ലേ കൊണ്ടുപോകാൻ പറ്റും, ആ കണ്ടീഷനിലുണ്ട് എന്നുള്ളത് കുറേയും കൊള്ളാം. ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് നിന്ന്
മാറ്റങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ ആളുകൾക്ക് ബയേഴ്സ് എന്നുള്ള രീതിയിലേക്ക് വേറൊരു കംപ്ലയിൻറ്റ് വരാത്ത രീതിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടികൾ ചൂസ് ചെയ്യുന്നതിൽ ഈ ഫിൽട്ടർ ചെയ്യുന്നത് അത്രത്തോളം നോക്കിയിട്ടാണോ ശ്രദ്ധിക്കുക? തീർച്ചയായിട്ടും നമ്മൾ പർച്ചേസിൽ നമ്മൾ അത്രയും നോക്കിയിട്ടാണ് നമ്മൾ ഓരോ വാഹനം പർച്ചേസ് ചെയ്യുന്നത്. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് ഒരു പീസ് ഓഫ് മൈൻഡ് പർച്ചേസ് ചെയ്യാനാണ്. അതെ അതെ. അപ്പോൾ അത് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ മുന്നോട്ടുള്ള യാത്രന് അത് ഉണ്ടാവും. ഒരു ആഗ്രഹം സഫലീകരിച്ചിട്ട് അവസാനം പിന്നീട് അവിടെ തലവേദന ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ പലപ്പോഴും നമ്മൾക്ക് വരുന്നതിൽ വാങ്ങാൻ വരുന്നവരുണ്ടായിരിക്കും, പക്ഷെ ഇതിനേക്കാൾ ഉപരിയായിട്ട് കാണാൻ വരുന്നവരുണ്ടായിരിക്കും. ഇതിലൊരു ഇഷ്ടം ഉണ്ടാവും, കൗതുകം ഉണ്ടാവും എന്നുള്ളത് ഏതാ കൂടുതൽ സംഭവിക്കുന്നത് ഷോറൂമിൽ വരുന്നത്? തീർച്ചയായിട്ടും കാണാൻ വരുന്നവരുണ്ട്, നമ്മൾ അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും. എൻ്റെ ചോദ്യം അത് തന്നെയാണ്. കാരണം നമുക്ക് കിട്ടും, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് നമുക്കുള്ളത്. ഇവർ വാങ്ങാനുള്ള ഉദ്ദേശത്തിലാണോ നിൽക്കുന്നത്, അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാനും പിന്നെ നമുക്ക് അങ്ങനെ വരുന്നവർക്ക് ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കാറുണ്ടോ? ടെസ്റ്റ് ഡ്രൈവ് പോളിസി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്കിതൊരു അടുത്തൊരാൾക്ക് വിൽക്കാനുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട്. കാരണം പലരുടെയും ഡ്രൈവിംഗ് സ്കില്ലും ഡ്രൈവിംഗ് സ്റ്റൈലൊക്കെ ഡിഫറെൻ്റ് ആണ്. ബട്ട് ടെസ്റ്റ് ഡ്രൈവിന് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ വാഹനങ്ങളെ ടച്ച് ആൻഡ് ഫീൽ ചെയ്യാനും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും അത് ഒരിക്കലും വാങ്ങില്ല എന്നൊരു ഉറപ്പുള്ളൊരു കസ്റ്റമറും 100% വാങ്ങുന്നുള്ള ഒരു കസ്റ്റമറും രണ്ടുപേരും ഒരുപോലെയാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ എക്സ്പീരിയൻസ് ഇവർ ഇന്നല്ലെങ്കിൽ അടുത്ത 6 മാസത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ 2 വർഷത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിന്നോ ഞങ്ങൾക്ക് അതൊരു ബിസിനസ്സായി മാറാറുണ്ട്. കാരണം ഒരാൾ ടച്ച് ആൻഡ് ഫീൽ ചെയ്യുമ്പോൾ അയാൾ പറയും ഞാൻ ഇന്ന സ്ഥലത്തൊരു വണ്ടി കണ്ടു, നല്ലതാണ്. അതിലപ്പുറം ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് ഈ ആളുകൾ ഇത് ടച്ച് ആൻഡ് ഫീൽ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പല വാഹനങ്ങളും പല ഗേറ്റുകളും തുറന്ന് പല സെക്യൂരിറ്റിക്ക് ആൻസർ ചെയ്തിട്ടാണ് അവർക്ക് ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച്. പക്ഷേ ഇതൊരു കമേഴ്ഷ്യൽ പ്ലോട്ടിലായതുകൊണ്ട് തന്നെ ഏത് പബ്ലിക്കിനും കടന്നു വരാൻ പറ്റും. അപ്പോൾ അവരാരും റെസ്ട്രിക്റ്റ് ചെയ്യാനില്ല. അപ്പോൾ നമ്മളവരെ വെൽക്കം ചെയ്യും, നമ്മൾ ആ വാഹനത്തിൻ്റെ ഡീറ്റെയിലുകൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ ടച്ച് ആൻഡ് ഫീല് അവരുടെ ഉള്ളിൽ ഒരു ആഗ്രഹം വരുത്തും. ഈ നേരത്തെ ബിസിനസ് ക്ലാസ് പറഞ്ഞല്ലോ, നമ്മൾ ബാക്കിലെ സീറ്റിൽ നിന്ന് ബിസിനസ് ക്ലാസ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ അതിലോട്ടൊന്ന് ഇരിക്കണം എന്നുള്ള ആഗ്രഹം വരും. അപ്പോൾ അതേപോലെ ഇവർക്ക് ആ ആഗ്രഹം അവരെ കുറച്ചുകൂടി ഏൺ ചെയ്യാനും കുറച്ചുകൂടി ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കാനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യും. അവരുടെ ഭാഗത്തുനിന്ന് വരും. അപ്പോൾ ഒബിയസ്ലി അവർ നമ്മളുടെ ഫ്യൂച്ചർ കസ്റ്റമറാണ്. ഇനി അവർ കസ്റ്റമർ അല്ലെങ്കിലും അവരുടെ മനസ്സിലൊരു പോസിറ്റീവ് തിങ്കിങ് കൊടുക്കാനെങ്കിലും അത് സഹായിക്കുന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. ഈ പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഒരു സാധാരണക്കാരനെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫാമിലി കാർ അവർക്കുണ്ട്, അല്ലെങ്കിൽ ഒരു കാർ എന്നുള്ള സ്വപ്നം കണ്ട് ഇത് അപ്പുറത്തേക്ക് ഒരു നെക്സ്റ്റ് ലെവൽ സ്റ്റെപ്പ് വെക്കണം എന്നുള്ള പ്രീമിയത്തിലൂടെ കടക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവും. ഇവർ പ്രധാനമായിട്ടുള്ള ഒരു പേടി ഉണ്ടാവുക ഇത് വാങ്ങാനുള്ളൊരു പൈസ, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ലോൺ ആക്കിയാലും അടച്ചു പോകാൻ പറ്റും. ഇതിനിവിടെ നിന്ന് അങ്ങോട്ടുമുള്ള മെയിൻ്റനൻസിനെ കുറിച്ചായിരിക്കും ഇവിടെ ചിന്തയും ആകുലതയ്ക്കും നല്ലപോലെ പോവുക. സോക്കോൾ പറയുന്ന പോലെ ആനയെ വാങ്ങാം, പിന്നെ അവരുടെ ഒരു മെയിൻ്റനൻസ് ഉള്ള തീറ്റയ്ക്കാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇവിടെ തീറ്റ മാത്രമല്ല, ഇതിൻ്റെ മെയിൻ്റനൻസ് ഭയങ്കര പ്രശ്നമായി വരുന്ന ഒരു പേടിനെ എവിടെയാണ് മറികടക്കുന്നത്? ഇതെങ്ങനെ ബ്രേക്ക് ചെയ്യുന്നത്? ശരിക്കും നമ്മൾ പല രീതിയിലുള്ള സപ്പോർട്ടാണ്. ഒന്ന്, നമ്മളെടുത്ത് റോയൽ ഡ്രൈവ് കെയർ എന്ന് പറഞ്ഞൊരു വർക്ക്ഷോപ്പ് ശൃംഖലയുണ്ട്. അപ്പോൾ നമുക്കൊരു കമ്പനിയിൽ കൊടുക്കുന്ന അതേ ഫെസിലിറ്റി അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ സർവീസ്. ഇപ്പോൾ റോയൽ ഡ്രൈവിൽ ഒരു കാർ വാങ്ങിക്കുമ്പോൾ എന്തെല്ലാം സർവീസ് കിട്ടും, ഇതേ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു പകുതി പ്രൈസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പകുതി പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ കമ്പനിയിൽ ഒരു ബുഷ് മാറ്റുന്നതിന് പകരം ആ ഏരിയ ഒന്നായിട്ട് മാറ്റാൻ അവർ സജസ്റ്റ് ചെയ്യും. അതവിടെ നിയമമാണ്. കാരണം ഒരു കാർ വിൽക്കുന്നതിനേക്കാൾ കമ്പനികൾ നിലനിന്ന് പോകുന്ന പാർട്സ് വിറ്റിട്ട്. അപ്പോൾ അവർക്ക് അത് മാറ്റിയാലേ നടക്കൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് ചിലപ്പോൾ റിപ്പയറബിൾ ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ കംപ്ലൈൻ്റ് ഉള്ള ഭാഗം മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ ആ രീതിയിൽ എന്നാൽ ക്വാളിറ്റികളൊന്നും നഷ്ടപ്പെടുത്താതെ തന്നെ നമുക്കുള്ള സർവീസ് സെൻ്റർ ഉണ്ട്. രണ്ടാമത് ഇപ്പോൾ വാറണ്ടി ഓപ്ഷൻസ് ഉണ്ട്. പല ആളുകൾക്കും അത് അറിയില്ല. ഇപ്പോൾ ഞങ്ങൾ ടൈപ്പുള്ള വാറണ്ടികൾ ഇത് ആ വാഹനം എടുക്കുമ്പോൾ നമ്മളൊരു മെഡിക്കൽ ഇൻഷുറൻസ് പോലെ കരുതിയാൽ മതി. പക്ഷേ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു 10 വർഷത്തിൻ്റെ മുകളിലുള്ള വാഹനത്തിന് വാറണ്ടി കിട്ടില്ല, അല്ലെങ്കിൽ ഒരു 1 ലക്ഷത്തിൻ്റെ മുകളിലുള്ളതിന് കിട്ടില്ല. അപ്പോൾ ഇതിന് അകത്തുള്ള ഏത് വാഹനം, ഇപ്പം അങ്ങനെ റിസ്ക് ഫീലുള്ള ഒരാൾ ഒരു 5 വർഷം പഴക്കമുള്ള വാഹനം വാങ്ങിക്കുമ്പോൾ അദ്ദേഹത്തിന് മാന്യമായ ഡിപ്രീസിയേഷനും അടുത്തൊരു 5 വർഷത്തേക്ക് ഇൻക്ലൂഡിങ് സസ്പെൻഷൻ വരെയുള്ള വാറണ്ടി ഓപ്ഷൻസ് ഉണ്ട്. അത്തരം വാഹനങ്ങൾ തിരഞ്ഞെടുത്ത് വാങ്ങിയാൽ നമ്മുടെ ആ വാങ്ങുന്ന പ്രൈസിൻ്റെ കൂടെ ഈ ഒരു പ്രൈസും കൂടെ അതിൻ്റെ കോസ്റ്റാക്കി കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി വന്നാൽ നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നത് പോലെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതും മാനുഫാക്ചർ ചെയ്യുന്നതിന് റിപ്പയർ ചെയ്യാം. ഇപ്പോൾ ഈ കേരളത്തിൽ നിന്ന് എടുത്ത വാറണ്ടി ഡൽഹിയിൽ നിന്ന് ബ്രേക്ക് ഡൗൺ ആയാൽ ഡൽഹിയിലെ പിന്നെ ഷോറൂമിൽ കൊണ്ടുപോയിട്ട്
റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷനുള്ള വാറണ്ടികൾ കൂടി. ഞാൻ ഒന്ന് ചോദിച്ചിട്ട് ഇപ്പം നമുക്ക് പല മോഡൽസുള്ള വെഹിക്കിൾസ് ഇവിടെ ഉണ്ട് അല്ലേ? ഇപ്പം നമ്മളിൽ നിന്ന് റോയൽ ഡ്രൈവിൽ നിന്ന് വാങ്ങിയൊരു ബയറിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങളിൽ നിന്ന് എപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നു അവിടെ നിന്ന് ഇത്രയും കാലാവധി വരെ അതിനനുസരിച്ചുള്ളൊരു ഉറപ്പ് നമ്മുടെ സൈഡിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഞങ്ങൾ ഒരു കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് ഞങ്ങളെടുത്തൊരു 340ഓളം ചെക്ക് പോയിന്റുകളുണ്ട് ഒരു വാഹനം എടുക്കുമ്പോൾ. അതിൻ്റെ പേപ്പർ ഭാഗത്തായാലും ഇത് ചെയ്ത് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളൊരു വാഹനം കൊടുക്കുന്നത്. ഒരിക്കലും ഒരു വാഹനം വാങ്ങി ആസിറ്റീസ് അല്ല ഞങ്ങൾ സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പക്ഷേ കസ്റ്റമറോട് അവിടെ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ കൊടുക്കും. ഇതാണ് ഞങ്ങൾ ചെക്ക് ചെയ്ത്, ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ, ഇതാണ് ഇതിൻ്റെ രീതി. പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങൾ ഇത് വിൽക്കുന്ന സമയത്ത് തന്നെ ഇവരോട് പറയും ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻസ് കൂടിയുണ്ട് ഇതിൻ്റെ കൂടെ. ഇപ്പോൾ BMൻ്റെ പ്രൊഡക്റ്റൊക്കെ 50,000 രൂപ കൊടുത്താൽ എൻജിൻ, AC, അതുപോലെ ഗിയർ ബോക്സിങ്, ഇലക്ട്രിക്കൽ ഇതെല്ലാം ഒരു വർഷത്തേക്ക് ആകെ 50,000 രൂപ കൊടുത്താൽ മതി ഇൻഷുറൻസ്. അപ്പോൾ 50 ലക്ഷത്തിനൊരു വണ്ടി വാങ്ങുന്നതൊക്കെ 50,000 രൂപയും കൂടി അത് EMI പോകുമ്പോൾ വളരെ ചെറിയൊരു എമൗണ്ട് ആവുന്നത്. പക്ഷേ പലരും ആനനെ വാങ്ങും, തോട്ടിനെ വാങ്ങില്ല, പ്രോബ്ലം. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലക്ഷറി എന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ഏത് മേഖലയിലാണ്. ഇപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ ഓയോയിൽ നമുക്ക് ഉറങ്ങാം, 5 സ്റ്റാറിൽ ഉറങ്ങാം. 5 സ്റ്റാറിൽ നമ്മൾ ഉറങ്ങുമ്പോൾ അതിനൊരു കോസ്റ്റ് ഉണ്ട്. ഒരിക്കലും ഓയോ ആയിട്ടും ഒരു 5 സ്റ്റാർ ഹോട്ടൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ ലക്ഷറി വാഹനങ്ങൾ തരുന്ന സേഫ്റ്റി, ഇന്ന് കേരളത്തിലെ റോഡ് അപകടങ്ങൾ, ഈവൻ നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ, എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം ഒരു എത്ര പഴയതായിക്കോട്ടെ ഒരു ലക്ഷറി കാറിലായിരുന്നെങ്കിൽ ഇന്ന് മലയാള സിനിമയിൽ ആക്റ്റീവായൊരു നടനായി അദ്ദേഹം നിലനിൽക്കുന്നുണ്ടാവും. കാരണം ആ ആക്സിഡൻറ്റ് അദ്ദേഹത്തിന് വരുത്തി വെച്ച നഷ്ടം, അല്ലെങ്കിൽ അദ്ദേഹത്തിനേക്കാൾ നഷ്ടം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനേക്കാൾ നഷ്ടം നമ്മളെ പോലെയുള്ള മലയാളികൾക്ക്. ഇത്ര നല്ലൊരു നടനെ നമുക്ക് ഈ രീതിയിൽ ഒരു സംഭവം അതൊരു ആ വാഹനത്തിൻ്റെ ബുദ്ധിമുട്ടാണ്, ആ വാഹനത്തിൻ്റെ ക്വാളിറ്റി കുറവാണ്. അപ്പോൾ ഈ നമ്മുടെ ലൈഫിൻ്റെ വാല്യൂ കൂടിയാണ് ഒരു ലക്ഷറി കാർ. അപ്പോൾ ഇത് മനസ്സിലാക്കി ഈ വാല്യൂ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവണം. ഒരിക്കലും ചീപ്പായിട്ട് ലക്ഷറി ഒരിക്കലും ചീപ്പല്ല. നമ്മൾ വെറുതെ ഒരു മോട്ടിവേഷൻ കൊടുത്ത് ഒരാളെ കൊണ്ട് വാങ്ങിപ്പിക്കേണ്ട പ്രൊഡക്റ്റും അല്ല ലക്ഷറി കാർ. ഞങ്ങളിപ്പോൾ താഴെ ഞങ്ങളെ കസ്റ്റമർ ലോഞ്ചിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ആനുവൽ ഇത്ര രൂപ സർവീസിന് വരും. ഇത് നമ്മൾ വാങ്ങുന്നതിന് മുമ്പാണ് പഠിക്കേണ്ടത്, വാങ്ങിയിട്ടല്ല പഠിക്കേണ്ടത്. കാരണം എൻജിൻ്റെ സ്പെക്ക് അനുസരിച്ചും ബ്രാൻഡിനനുസരിച്ചൊക്കെ എമൗണ്ടുകൾ വേരി ആയിട്ട് വരാം. ബ്രേക്ക് പാഡ് നിർബന്ധമായിട്ട് മാറ്റേണ്ടി വരും, ഓയിൽ മാറേണ്ടി വരും, ടയർ മാറേണ്ടി വരും. അപ്പോൾ പിന്നെയാവാം എന്നുള്ള രീതിയിലേക്ക് പഠിച്ച് വാങ്ങിയാൽ നമുക്കത് ഉൾക്കൊണ്ട് സന്തോഷത്തോടു കൂടി ഉപയോഗിക്കാം. അല്ലാതെ നമ്മൾ വെറും EMIയും ഇൻഷുറൻസ് എമൗണ്ടും മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കേരളത്തിൻ്റെ റോഡുകളുടെ അവസ്ഥ കണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ എന്തെങ്കിലും വിഷയങ്ങൾ വന്നാൽ നമുക്കത് ആ ബ്രാൻഡിനെയും ആ വാഹനത്തെയും നമ്മൾ കുറ്റം പറയും, അല്ലെങ്കിൽ വാഹനം വിറ്റ ആളുകളെ കുറ്റം. ഇത് കൂടുതലും ചിന്തിക്കുന്നത് EMI, ഫ്യൂവൽ, ഇത് മാത്രമാണ് ചിന്തിക്കുന്നത്. മൈലേജ്, അതെ, അല്ലാതൊരു എക്സ്പെൻസിനെ കുറിച്ചിട്ട് ശരിക്കും എനിക്ക് തോന്നുന്നു നിരന്തരമായിട്ട് ഇപ്പം ഇത്തരം ഇത് കൂടുതൽ ആളുകൾ ഇത് ഉപയോഗിച്ച് ഇതിലൊരു അവയർനെസ് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മളിപ്പോൾ 2017-ലും 2016-ലൊക്കെ ബിസിനസ് ചെയ്ത് അന്ന് എടുത്ത എഫേർട്ട് ഭയങ്കരമായിരുന്നു. കാരണം ഞങ്ങളുടെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്താ പറയുക, ഞങ്ങൾ ഏറ്റവും പ്രയത്നിച്ചിൻ്റെ കസ്റ്റമർ ഇത് പറഞ്ഞ് മനസ്സിലാക്കാനായിരുന്നു. അവർ പറഞ്ഞു ഞാൻ 50 ലക്ഷത്തിനല്ലേ വാങ്ങുന്നത്, ഞാൻ 40 ലക്ഷത്തിനല്ലേ വാങ്ങുന്നത്, ഇതിനി കേടുവരാൻ പാടില്ല എന്ന കൺസെപ്റ്റിലാണ്. കേടല്ല വരുന്നത്, ഇത് അതിൻ്റെ ഒരു മെയിൻ്റെനൻസ് കോസ്റ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ ഓയോയുടെയും ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെയും ഡിഫറൻസ് ആണ്. കാരണം ആ 5 സ്റ്റാറിൽ തരുന്ന ഫെസിലിറ്റിക്ക് ഒരു കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്തരം വാഹനങ്ങൾ ഇപ്പോൾ അത് പലപ്പോഴും ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും എമൗണ്ടിൽ ഞാൻ വാങ്ങുന്നത്, ഇതൊരു 1 ടൈം സെറ്റിൽമെൻ്റ് ആണ്, ഇതിനപ്പുറത്തേക്കൊരു സാധനം എനിക്ക് താല്പര്യമില്ല ഇതിലോട്ട് ചിലവഴിക്കാൻ എന്നുള്ള ചിന്താഗതി പലർക്കും നിൽക്കുന്നുണ്ട്. അത് സിമ്പിൾ ഒരു ലക്ഷറി ലാൻഡ് വാങ്ങുന്ന പോലെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. സിമ്പിൾ ഒരു ലക്ഷറി കാറിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സുകളെ കുറിച്ച് മാത്രം പഠിച്ചാൽ അതിലൊരാൾ കൺവിൻസ്ഡ് ആവും. കാരണം ഇപ്പോൾ ഈവൻ നമ്മൾ പല ലക്ഷറി വണ്ടികളിലും വുഡൻ പാനലിങ് കഴിഞ്ഞ് നമുക്ക് തോന്നുന്നു അതൊരു ഒറ്റ വുഡൻ പീസാണ്. ഒരിക്കലുമല്ല. അത് ആദ്യം ഒരു വുഡിനെ എടുത്ത് ക്രഷ് ചെയ്ത് അതിൻ്റെ ഷാർപ്പുള്ള ഏരിയകളെ കളഞ്ഞ് രണ്ടാമത് റീസെറ്റിൽ ചെയ്യണം. കാരണം നാളെ ഈ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് ആ വുഡ് കൊണ്ട് ഒരാൾക്ക് പരിക്ക് പറ്റരുത്. ഇത്രയും മൈന്യൂട്ടായിട്ട് R&D നടന്നിട്ടാണ് ഒരു
ലക്ഷറി വാഹനം പുറത്തിറങ്ങുന്നത്. ഓക്കെ. അതുപോലെ നമ്മൾ സീറ്റ് റിക്ലൈൻ ചെയ്ത് ഇടുകയാണെങ്കിൽ വണ്ടി ആക്സിഡൻ്റ് ആകുന്നതിന് മുമ്പിൽ അതിൻ്റെ ഏറ്റവും സേഫസ്റ്റ് ആയ രീതിയിൽ ആ സീറ്റിനെ ആ വാഹനം ഓട്ടോമാറ്റിക് അവിടെ കൊണ്ടെത്തിക്കും. ഇത് ബ്രേക്കിൻ്റെ ആക്സിലറേഷൻ്റെ ഇടയിൽ നമ്മൾ കാലെടുക്കുന്നതും വെക്കുന്നതിൻ്റെയും ഇത് സെൻസ് ചെയ്ത് മാത്രമാണ് ഈ വർക്ക് ചെയ്യുന്നത്. കാരണം ഒരിക്കലും മുന്നിൽ കാണുന്നില്ല. അത് 2014 മോഡൽ വണ്ടിയിലാണ് ഈ വർക്ക് ചെയ്യുന്നത്. അതായത് ആധുനിക അഡാസ് ഒന്നും ഇല്ലാത്ത വാഹനത്തിലും ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരം ഒരുപാട് ഫീച്ചേഴ്സും ഫെസിലിറ്റിയും ഒക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ലക്ഷറി വാഹനം. അപ്പോൾ അതിനെന്തായാലും നമ്മളൊരു കോസ്റ്റ് കൊടുത്തേ മതിയാവും. ആൻഡ് പലപ്പോഴും ഇത്തരത്തെ കാര്യങ്ങളിൽ നമ്മൾ വാങ്ങുന്നു, വിൽക്കുന്നു, 2 കാര്യങ്ങളാണ് പൊതുവെ നടക്കുന്നത്. ഇത് 2 കാര്യങ്ങളിലും ആളുകളെ നമ്മൾ സംതൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആരിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് നല്ല വില കൊടുക്കേണ്ടതുണ്ട്. ഇതുപോലെ നമ്മളിൽ നിന്ന് ആര് വാങ്ങുന്നു അവരിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്? ഇത് സിമ്പിളാണ്. ക്വാളിറ്റിക്കാണ് വില. അതായത് നമ്മൾ ആരുടെ വാഹനം എന്നുള്ളതല്ല, ആ വാഹനത്തിൻ്റെ അദ്ദേഹം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു, ഇതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി എങ്ങനെ, റഫായിട്ട് ഉപയോഗിച്ചതാണോ, നല്ല രീതി ഉപയോഗിക്കുന്ന ആളാണോ, ഇതെല്ലാം ആ വാഹനത്തിൻ്റെ ഹിസ്റ്ററിയിൽ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ സർവീസ് ഹിസ്റ്ററിയിലാണെങ്കിലും ആ ഓണറുടെ പ്രൊഫൈലിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നല്ല വാഹനങ്ങൾ നല്ല വിലയ്ക്ക് വാങ്ങാൻ കസ്റ്റമർ റെഡിയാണ്. അപ്പോൾ നല്ല വാഹനങ്ങൾ മാർക്കറ്റിൽ നല്ല വാല്യൂ കിട്ടും ചെയ്യും. ഇത് രണ്ടും ഒരു പ്രയാസമായ പരിപാടിയല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി ചാലഞ്ചിങ് ആയിട്ടുള്ള പരിപാടി ഏതാണ്? പർച്ചേസ് ചെയ്യുന്നതാണോ അത് വിൽക്കുന്നതാണോ? ഏതായിരിക്കും കുറച്ചുകൂടി? പർച്ചേസ് ആണ് ചലഞ്ചിങ് ആണോ? കാരണം തീർച്ചയായിട്ടും, കാരണം നമുക്ക് മാർക്കറ്റിന് ഒരു വാല്യൂ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഇയർ ഇത്ര മോഡൽ വാഹനം, ഇപ്പോൾ 2020 മെഴ്സഡസ് ബെൻസ് ഇ ക്ലാസ് 20,000 കിലോമീറ്റർ സിംഗിൾ ഓണർ, ഉദാഹരണം വൈറ്റ് കളർ, ഈസ് ഈക്വൽ ടു ഒരു പ്രൈസ് ഉണ്ട്. ഒരിക്കലും അതിൻ്റെ മുകൾക്ക് നമുക്ക് വിൽക്കാൻ പറ്റില്ല. കാരണം ഒരു കസ്റ്റമർ ആദ്യം നോക്കുന്ന പ്രൊഡക്റ്റാണ്. അദ്ദേഹത്തിന് ഒരു ഇ ക്ലാസ് വേണേൽ ആ ഇ ക്ലാസ് ഉണ്ടോയെന്ന്. ഇ ക്ലാസ് ഒരാൾ ഒരു ഷോറൂമിലോ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കുന്ന മുമ്പ് ഒരുപാട് പഠനങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇപ്പോൾ 50 ലക്ഷത്തിൻ്റെ പ്രൊഡക്റ്റ് 55 ലക്ഷത്തിന് വിൽക്കൽ നടക്കൂല. ഒരു കാരണവശാലും ഒരു കസ്റ്റമേഴ്സ് അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രൈസിൻ്റെ ഉള്ളിൽ വിൽക്കുന്ന രീതിയിൽ ഈ വാഹനം വാങ്ങുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രയത്നം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇത്രയും ഷോറൂമുകളുണ്ട്, ഇത്രയും കേരളത്തിൽ മൊത്തം ഞങ്ങൾക്ക് സ്റ്റാഫുകളുണ്ട്. നമ്മൾ ഒരു പെർ വെഹിക്കിൾ പ്രോഫിറ്റ് എന്നുള്ളതല്ല, ഞങ്ങൾക്ക് കൂടുതൽ വോളിയം, അതാണ് ഞങ്ങളുടെ പ്രോഫിറ്റ്. എത്ര വോളിയം ചെയ്യാൻ കഴിയുന്നു അതിലൂടെയാണ് ഞങ്ങൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതെ അതെ, നല്ല വാഹനങ്ങളെ നമ്മൾ വില കുറച്ച് പറഞ്ഞാൽ വിൽക്കുന്ന ആളെ കയ്യിൽ നിന്നും നമുക്ക് കിട്ടില്ല. കാരണം പർച്ചേസ് ചെയ്യാൻ നമ്മൾ മാത്രമല്ല, മാർക്കറ്റിൽ ഡയറക്റ്റ് കസ്റ്റമർ വരുന്നുണ്ട്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നുണ്ട്, ഇതൊന്നും അല്ലാത്ത ആളുകൾ വരുന്നുണ്ട്. ഇവരുടെ എല്ലാവരും വന്ന് ഈ കസ്റ്റമർ വിൽക്കുന്ന സമയത്ത് കസ്റ്റമർ എവിടെ ബെസ്റ്റ് വില കിട്ടുമെന്ന് അന്വേഷിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കൂടുതൽ വോളിയം ചെയ്യുന്നതിലൂടെ മാത്രമാണ് ഈ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത്. ഈ പലപ്പോഴും നമ്മൾ ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യുന്നവരുണ്ട്, ഇതിനപ്പുറത്തേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നവരുണ്ട്. നമ്മൾ അത്തരത്തിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ പോലെ ഉണ്ടോ? മാറ്റം? തീർച്ചയായിട്ടും. എക്സ്ചേഞ്ച് ചെയ്യുന്നതിൽ എന്താ വെച്ചാൽ 2 കേസാണ്. ഒന്ന് അതിൻ്റെ ലോണ്, മറ്റു ബുദ്ധിമുട്ടുകൾ. ഒരു കാര്യങ്ങൾ അവർ അറിയേണ്ടതില്ല. ആ വാഹനത്തിൽ ലോൺ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കൊടുത്ത വാഹനത്തിൽ അവർ ലോണ് പുതിയത് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസും കാര്യങ്ങളും എല്ലാം കമ്പനി നോക്കും. അതേപോലെ പർച്ചേസ് ചെയ്യുമ്പോൾ ലോണുള്ള വാഹനം കമ്പനി ലോൺ ക്ലോസ് ചെയ്യും. ഒരിക്കലും ആ കസ്റ്റമർ അയാളെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അത് കൊടുക്കേണ്ട ആവശ്യം വരണില്ല. പിന്നെ എക്സ്ചേഞ്ചിൽ ഞങ്ങളുടെ ഒരു ഇത്, ഞങ്ങൾക്ക് ആ വാഹനം ഈ വാഹനം കൂടി വിറ്റിട്ട് റിലീസാകുന്നൊരു എമൗണ്ട് മാത്രമാണ് ഞങ്ങളുടെ ഒരു ടാർഗറ്റ് ഉള്ളൂ. 2 വാഹനത്തിലൂടെ പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളത് ഇതല്ല. അപ്പോൾ അവർ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഒബിയസ്ലി അവർക്ക് ഇപ്പോൾ ഒരു ന്യൂ കാർ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഡിപ്രിസിയേഷൻ അവർക്ക് പുതിയ കാറിൽ വീണ്ടും അവർക്ക് വരികയാണ്. സോ ഒരു പ്രീ ഓൺഡ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിൽ അവരുടെ വാഹനത്തിൽ വന്ന ഡിപ്രിസിയേഷൻ അവർ വാങ്ങുന്ന വാഹനത്തിൽ കവർ ചെയ്ത് പോകും. ആക്ച്വലി അവർക്ക് അതിലൊരു ലോസ് ഇല്ലാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പണം ഉണ്ടായിട്ടും ഇപ്പോൾ പൃഥ്വിയെ പോലുള്ളവരൊക്കെ പ്രീ ഓൺഡ് എടുക്കുന്നത്. അല്ലാതെ അതിൻ്റെ ഒരു കാരണം അതാണ്. പക്ഷെ പലർക്കും അത് അറിയില്ല എന്തുകൊണ്ട് ഇവരൊക്കെ ഇത്രയും പണം ഉണ്ടായിട്ടും പ്രീ ഓൺഡ് എടുക്കുന്നു എന്നുള്ളൊരു ചിന്ത പലപ്പോഴും വരാറുണ്ട്. പ്രത്യേകിച്ച് പൃഥ്വിരാജ് അത് എടുത്തതും അല്ലേ റോയൽ ഡ്രൈവ് വഴിയായിരുന്നു അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലംബോർഗിനി അല്ലേ? ലംബോർഗിനി എടുത്തു, അതിനുശേഷം G63 എടുത്തു. നമ്മൾ തന്നെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള സംഭവം. ഇത് കുറേയും കൂടിയും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ശരിക്കും ഈ വ്യത്യാസം
ആളുകൾ ബോധവാന്മാരാണോ പലപ്പോഴും ഈ അതായത് പ്രീമിയത്തിൽ പ്രീ ഓൺഡ് എടുക്കുന്നതിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ചിന്തിക്കുന്നവരുണ്ടോ ഇപ്പോഴും? ഇല്ല, അതൊരു സ്റ്റാറ്റസ് കുറവുള്ളതെന്ന് ചിന്തിക്കുന്നവരുണ്ടോ? ഇല്ല. ഇത് നമുക്ക് ലോകം നോക്കിയാൽ മതി. ലോകത്ത് 1:4 ആണ്. ഒരു പുതിയ കാർ വിൽക്കുമ്പോൾ 4 യൂസ്ഡ് കാർ വേൾഡിൽ വിൽക്കുന്നുണ്ട്. ഇന്ത്യ 1:1, 1:2 ഒക്കെ എത്തുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു 2030-35 ആകുമ്പോഴേക്ക് അറിയാലോ, നമ്മുടെ ചുറ്റുവട്ടത്ത് പണ്ട് ബൈക്കുള്ളടത്തൊക്കെ കാറായി, നോർമൽ കാറുള്ള ഒരു ജർമ്മൻ കാറിലോട്ടായി. ജർമ്മൻ കാറുകൾ ഉപയോഗിച്ചവർ ജർമ്മൻ കാർ മീൻസ് ഞാൻ ഫോക്സ് വാഗൻ പോലത്തെ കാർ, അത്തരം വാഹനങ്ങൾ ഉപയോഗിച്ചവർ ഒരു പ്രിയോണ്ട് ലക്ഷറി കാറിലോട്ട് കയറി, പ്രിയോണ്ട് ലക്ഷറി ഉപയോഗിച്ച് ഒരു പുതിയ ലക്ഷറി കയറി. ഇങ്ങനെ ആളുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഡെവലപ്മെൻറ്റിൻ്റെ പ്രോസസ്സിൽ നമ്മളെ രാജ്യത്തും അടുത്തൊരു 5 വർഷം കൊണ്ട് ഈ മേഖലയിൽ വലിയ ബൂമിംഗ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ആളുകൾ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പണ്ടൊരു വാഹനത്തിൻ്റെ ലൈഫ്, ഒരു പുതിയ കാർ ഒരാൾ വാങ്ങിച്ചാൽ അയാൾ 5 വർഷം 10 വർഷം വരെയൊക്കെ ഉപയോഗിച്ചിരുന്നു. അതെ. ഇന്ന് നമുക്ക് മൊബൈൽ പോലെയാണ്, ആപ്പിള് എല്ലാ അപ്ഡേഷനും അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് BMW ഉപയോഗിക്കുന്ന ഒരാൾക്ക് അത് കൊടുത്ത് അടുത്തൊരു വർഷത്തിൽ ബെൻസിൻ്റെ വേറെ മോഡലിട്ട് ഓടിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് വോൾവോയിലോട്ട് പോകാം, അത് കഴിഞ്ഞിട്ട് ഔഡിക്ക് പോകാം. ഇങ്ങനെ ആളുകൾ 1 വർഷം 1.5 വർഷത്തിൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ ലോസിനെ കുറക്കാനും കൂടി ഈ പ്രീ ഓൺഡ് എടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു പ്രീ ഓൺഡ് ആണോ ന്യൂ ആണോ? ഇപ്പോൾ താങ്കളിപ്പോൾ ഇവിടെ ഒരു S-ക്ലാസ്സിൽ വന്നു എന്ന് വയ്ക്കുക, താങ്കളത് S-ക്ലാസ്സിൽ വരുമ്പോൾ എൻ്റെ കണ്ണിലോ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ കണ്ണിലോ താങ്കളൊരു S-ക്ലാസ് ഓണറാണ്. അത് എത്ര പൈസക്ക് വാങ്ങി, അത് പുതിയതാണോ, 4 ഓണറാണോ, 2 ലക്ഷം കിലോമീറ്റർ ആണോ, ഇതൊക്കെ താങ്കളുടെ മാത്രമാണ് അത് അറിയുള്ളൂ. അല്ലെങ്കിൽ താങ്കളുടെ ചുറ്റുവട്ടത്തുള്ള ഒരു 5 പേർക്ക് അറിയുന്ന കേസ്, അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിലോ കുടുംബത്തിലോ അവർക്ക് പ്രീ ഓൺഡാണ്, ന്യൂ ആണ്. ബാക്കി താങ്കൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ S-ക്ലാസിൻ്റെ ഫീൽ ഉണ്ട്, റോഡിൽ S-ക്ലാസിൻ്റെ പ്രസൻസ് കിട്ടുന്നുണ്ട്, മാർക്കറ്റിൽ S-ക്ലാസിൻ്റെ, അതായത് നമ്മൾ വാങ്ങിയിട്ട് ഇറക്കുന്ന ഒരു ദിവസത്തെ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നോർമലായി. നമ്മൾ ആ വീഡിയോ മാത്രം ചെയ്യാതിരുന്നാൽ മതി അല്ലേ? എപ്പോൾ വാങ്ങി, ഏത് മോഡൽ വാങ്ങി, എവിടുന്ന് വാങ്ങി എന്നുള്ളത് ഡസന്റ് മാറ്റർ അല്ലേ, നമ്മളുടെ കയ്യിൽ വന്നു എന്നുള്ളതാണ്. പിന്നെ അതിലപ്പുറം ഇപ്പോൾ ഒരു വാഹനം നമ്മളൊരു ബെൻസ് ഓൺ ചെയ്യുമ്പോൾ അതെന്തായാലും മെഴ്സിഡസ് ബെൻസ് ആണ് പ്രൊഡക്റ്റ് ആണല്ലോ. അത് പ്രീ ഓൺഡ് ആണെങ്കിലും ന്യൂ ആണെങ്കിലും അല്ല. പിന്നെ ഞങ്ങളെപ്പോഴും പുതിയ കാറിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഇത് പലർക്കും അറിയില്ല. കാരണം ആളുകൾ പുതിയത് വാങ്ങിയാൽ മാത്രമാണ് നമുക്ക് പ്രീ ഓൺഡ് മാർക്കറ്റിലോട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നവരാത്രി ആഘോഷങ്ങളൊക്കെ ഭാഗമായിട്ട് ഒരുപാട് പുതിയ കാറിൻ്റെ സെയിൽ നടന്നു. അതിൻ്റെ ഒരു പോസിറ്റീവ് അടുത്ത ഒരു 1-2 മാസങ്ങളിലേക്ക് ഞങ്ങൾക്ക് ഒരുപാട് പ്രീ ഓൺഡ് കാറുകൾ കിട്ടും. ന്യൂ കാറിൽ എപ്പോഴും സെയിൽ കൂടുതൽ നടക്കണം. അപ്പോഴാണ് ആളുകൾ എക്സ്ചേഞ്ച് ചെയ്ത് ഒരു പുതിയ കാർ എടുക്കുമ്പോഴാണ് ആ കാറാണ് ഞങ്ങൾക്ക് വരുന്നത്. ഈ പലപ്പോഴും ഈ ആഘോഷങ്ങൾക്കനുസരിച്ചിട്ട് ഈ സ്ഥാപനങ്ങളിൽ ഓഫറുകൾ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ഇതിന് എന്താണോ അതിൻ്റെ ഫീച്ചർ സ്പെക്സ് നോക്കിയിട്ട് മോഡലൊക്കെ നോക്കിയിട്ട് നമ്മളൊരു വില നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ സീസൺ, ഫെസ്റ്റിവൽ സീസൺ വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീസൺ സമയത്ത് വാഹനങ്ങൾക്ക് നിങ്ങൾ ഓഫർ കൊടുക്കുമോ? ഓഫർ ഗംഭീരമായി കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഞങ്ങൾക്ക് പ്രീ ഓൺഡിൻ്റെ അവൈലബിലിറ്റി കൂടുമ്പോൾ ഒബിയസ്ലി ഞങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഒരു സമയം 5 ഡിഫൻഡർ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുള്ള ഡിഫൻഡർ വേഗം കൊടുത്ത് ഈ 5 എണ്ണം നമുക്ക് 5 കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുമോ നമ്മൾ നോക്കും. കാരണം ഇത് റൊട്ടേഷൻ ആണല്ലോ. നമ്മളൊരു ഡിഫൻഡർ വാങ്ങി അത് വിറ്റ് ആ പണം കൊണ്ടാണ് അടുത്തത് വാങ്ങുന്നത്. അതേസമയം മാർക്കറ്റിൽ വേറെ വെഹിക്കിൾ ഇല്ലെങ്കിൽ ഒബിയസ്ലി അത് ആ ഒരു വണ്ടി കുറച്ച് സമയം നിൽക്കും. അപ്പോൾ ഈ പുതിയ കാറിൻ്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് പുതിയ കാറ് കൂടുതൽ ഇറങ്ങുന്നതിനനുസരിച്ച് പ്രീ ഓൺഡ് വാഹനങ്ങൾ കൂടുതൽ കിട്ടും. അപ്പോൾ ആ സീസണിൻ്റെ ശരിക്കും ആ മാസത്തിലെ ഓഫർ ഉണ്ടാവും, നമ്മൾ വില കുറയില്ല. ശരിക്കും ആ ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ടായിരിക്കും പ്രീ ഓൺഡ് മാർക്കറ്റിൽ കുറച്ചുകൂടി നല്ല വണ്ടികൾ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഓഫർ സംഭവങ്ങളുണ്ട് നടക്കുന്നുണ്ട്. അത് അങ്ങനെ പബ്ലിക്, പക്ഷേ ഇത് ആളുകളിലേക്ക് എത്താറുണ്ടോ? ഐ മീൻ അറിയാൻ പറ്റുമോ? അത് എത്താത്തതിൻ്റെ കാരണം ഇതിനൊരു MRP ഇല്ലാത്തതുകൊണ്ട്. ഇത് വില കുറച്ചാണ് കൊടുക്കുന്നത്, കൂട്ടിയാണ് കൊടുക്കുന്നതൊന്നും പബ്ലിക്കിന് ഇത് അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ശരിക്കും ആഡി സെയിൽ പോലെ റോയൽ ഡ്രൈവിനും ഉണ്ട് ഒരു ഓഫർ സെയിൽ അല്ലേ, സമയമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ പലപ്പോഴും ഈ നമുക്ക് ഒരു കാര്യമുണ്ട്, നമുക്കിപ്പോൾ ഈ വണ്ടിക്ക് കാറ് വാങ്ങാലോ എന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ബൈക്കിൻ്റെ കാര്യത്തിലാണ്. റോയൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ പ്രീമിയം കാർസ് എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ സൂപ്പർ ബൈക്സിൻ്റെ ഒരു കിടിലൻ കളക്ഷൻ തന്നെയുണ്ട്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ കാണുന്ന ബൈക്കിൽ പലരും വരുന്നുണ്ട് സൂപ്പർ ബൈക്ക്, എത്ര റേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബൈക്ക് ഇതിന് കാറ് വാങ്ങാലോടോ എന്ന് ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ അത്തരത്തിൽ ഇവിടെ കൂട്ടത്തിലെ കൊമ്പനാരാ ബൈക്കുകളിൽ?
എൻ്റെ വിശ്വാസത്തിൽ ഇപ്പോൾ വില കൂടി നിൽക്കുന്ന ഹാർലിയുടെ ഒരു പുതിയ വാഹനമുണ്ട്, 2023 എന്തോ മോഡലിലുള്ള ഒരു പുതിയ വാഹനമുണ്ട്. പിന്നെ ബൈക്കുകൾ പൊതുവേ അതിൻ്റെ ഒരു കാറ്റഗറി വേറെയാണ്. അത് ബൈക്കിൽ ഞാൻ എപ്പോഴും പറയും, ഇത് വാങ്ങിക്കാൻ കഴിയുന്നവന് ഇത് ഓടിക്കാൻ സമയമില്ല. ലക്ഷറി ബൈക്കിന്റെ കാര്യം, ഇത് ഓടിക്കാൻ ഇഷ്ടമുള്ളവന് ഇത് വാങ്ങിക്കാനും പറ്റുന്നില്ല. ഒരു ഡ്രീം, അത്രയും വൈകാരികമായിട്ടാണ് ബൈക്കുകൾ ആളുകൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് തിരിച്ചു വരുന്നതോ ഒരു വർഷം 2 വർഷമായിട്ട് 500 കിലോമീറ്റർ 800 കിലോമീറ്റർ. കാരണം ഇത് വാങ്ങിയ ആൾക്ക് ഒന്ന് നമ്മുടെ കാലാവസ്ഥ ആവാം, ചിലപ്പോൾ നല്ല മഴയാവും, അല്ലെങ്കിൽ ചൂടാവും. ഇപ്പം നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ട്. ഇപ്പോൾ കാറിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അതിൻ്റെ ഒരു ലക്ഷറി അനുസരിച്ച് നമ്മുടെ സേഫ്റ്റിയും കൂടിയാണ് നോക്കുന്നത്. പക്ഷേ ഇവിടെ പ്രൈസ് കൂടുന്നതനുസരിച്ചിട്ട് ഈ സേഫ്റ്റി എന്നുള്ളൊരു സാധനത്തിന് അവിടെ കുറച്ച് ബാരിയർ ഉണ്ട്. രണ്ടാമത്തത് ബൈക്കിന് അടുത്ത ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് എക്സ്പെൻസീവ് ആണ്. പിന്നെ ലോണുകൾ ഇപ്പോൾ ഒരു കാറ് വാങ്ങുമ്പോൾ മേ ബി നമുക്കൊരു 1 കോടിയുടെ വണ്ടി ഒരു 5 lakhന് ഡൗൺ പേയ്മെന്റിന് വാങ്ങിക്കാൻ പറ്റും. പക്ഷെ ബൈക്കിൽ ലോണിന്റെ അവൈലബിലിറ്റി ഒക്കെ കുറവാണ്. അതായത് കുറച്ചുകൂടി റിച്ച് ആയിട്ട് അല്ലെങ്കിൽ അത് സ്പെൻഡ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അത് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ റൊട്ടേഷൻ കുറച്ചുകൂടി സ്ലോ ആണ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഇത് സെയിൽ നടക്കുന്നുണ്ട്. നമ്മളതിൻ്റെ കൂടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ നല്ല വിദഗ്ധനായ ഒരാളുണ്ട്. സെയിൽ ഞങ്ങൾക്ക് അതിൻ്റെ പോകുന്നുണ്ട്. റോയൽ ഡ്രൈവിൽ അത്തരത്തിൽ കുറേയധികം സൂപ്പർ ബൈക്സ് ഉണ്ട്. എനിക്കൊന്നു കുറേയേറെ ബൈക്ക് പ്രേമികളും നമുക്കിടയിലുണ്ട് അല്ലേ. ബൈക്ക് റൈഡ് ചെയ്യുക എന്നുള്ളൊരു കുറേയേറെ ക്രേസ് ഉള്ളവരുണ്ട്. അപ്പോൾ അത്തരത്തിലെ ബൈക്കുകളുടെ ആഡംബരത്തിലേക്ക് കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് നേരത്തെ പറഞ്ഞ ഈ പൈസ തന്നെ കാറ് വാങ്ങാലോടോ എന്ന് ചോദിക്കുന്ന കേൾക്കുന്ന സൂപ്പർ ബൈക്ക്. അതിനുള്ള ഒരു ഭ്രമം തന്നെയാണ് അങ്ങോട്ട് എത്തിക്കുന്നത് അല്ലേ. ഹാർലി ഡേവിഡ്സന്റെ പാൻ അമേരിക്ക മോഡലാണ് ഇത്. ഏതാ ശരി ഏറ്റവും ഇത് പുതിയ ഷേപ്പ്. ഇപ്പോൾ ഹാർലി ഒരു ന്യൂജൻ ആയി വന്നതിന്റെ ശേഷമുള്ള ഷേപ്പിലുള്ള വാഹനമാണ്. 2021 മോഡലാണ്. ഏകദേശം 3000 കിലോമീറ്റർ റൺ ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, എനിക്കൊന്നും എല്ലാം നമ്മുടെ ഷോറൂം കണ്ടീഷനിൽ ഇത് ജസ്റ്റ് ലൈക്ക് ന്യൂ ആണ്. പിന്നെ ഈ ബൈക്കുകളുടെ കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പല ബൈക്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷത്തിന്റെ ആക്സസറീസ് ഇത് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിതൊരു പ്രിയോണ്ട് എടുക്കുമ്പോൾ അത് ചെയ്തെടുക്കാൻ ഇപ്പോൾ ഇവിടെയുള്ള പല വണ്ടിയിലും പല വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മൾ സ്വന്തം ചെയ്തെടുക്കുമ്പോൾ അതിന് വരുന്ന കോസ്റ്റും കൂടി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നോർമലി അതിന്റെ സ്പെക് മോഡലും അനുസരിച്ചല്ലാതെ ഇപ്പൊ ആക്സസറീസ് അതിലുണ്ട്. അപ്പോൾ അതിനൊരു അഡീഷണൽ കോസ്റ്റ് നമ്മൾ ഈടാക്കാറില്ല. ഇല്ല. അത് ഇത് ചില കസ്റ്റമേഴ്സൊക്കെ എന്ത് ചെയ്യും, അത് വേണമെന്നൊക്കെ വാശി പിടിക്കും. ഒരു 80-90% ആളുകൾ ഇത് കൊടുത്ത് ഇതിന്റെ അടുത്ത അപ്ഗ്രഡേഷന് പോകുമ്പോൾ അവർ ആസിറ്റീസ് അത് അവരെ ഫിറ്റ് ചെയ്തൊക്കെ അതുപോലെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ റോട്ടിൽ കാണുമ്പോൾ ആ സൗണ്ടോട് കൂടി പോകുമ്പോൾ ആരുടെ പോവുകയും തോന്നിപ്പിക്കുന്ന ഒരു ഭ്രമം ഉണ്ടാവാറുണ്ട്. ആ ഭ്രമമുള്ള ഒരാളെ ഞാൻ കാണിച്ചു തരാം. എനിക്കിന്ന് ബൈക്ക് പ്രേമികൾക്കിടയിൽ ട്രയംഫ് എന്നുള്ളത് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്നൊരു സംഭവമാണ്, അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഒരിക്കലെങ്കിലും ട്രയംഫ് എടുത്തിട്ട് ഒന്ന് വിളിക്കണം എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ഫസ്റ്റ് ഗിയറിൽ തന്നെ അല്ലെ, 120 അത് ഈ ഡേറ്റോണയ്ക്ക് മാത്രമല്ല. നമ്മുടെ ഇവിടുത്തെ റോഡിലാണെന്നുണ്ടെങ്കിൽ അത് വേറെ ഗിയർ ചേഞ്ച് ചെയ്യേണ്ടി വരില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എപ്പോഴും നമുക്കുള്ളൊരു ആഗ്രഹങ്ങളിൽ കണ്ട് ട്രയംഫ് എപ്പോഴും നമ്മുടെ മൈൻഡിൽ അങ്ങനെ കിടക്കുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം കണ്ണുടക്കിയതും ശരിക്കും ഈ യുവാക്കളുടെ ഹരത്തിന് എന്ത് റേഞ്ച് കൊടുക്കേണ്ടി വരും ഈ സ്വപ്നം സ്വന്തമാക്കണമെങ്കിൽ? ഏകദേശം ഒരു 10 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഒരു സെയിൽ പ്രൈസ് വരുന്നത്. ഡേറ്റോണ ഈ പറഞ്ഞ പോലെ യങ്സ്റ്റേഴ്സിന്റെ ഒരു ഹരമാണ്. ഒന്ന് ഇതിന്റെ എക്സോസ്റ്റ് ആയിക്കോട്ടെ, ബാക്കി പെർഫോമൻസ് എല്ലാ ആളുകളും വളരെ ആസ്വദിക്കുന്ന ഒരു മോഡൽ കൂടിയുണ്ട്. ആസ്വദിക്കാൻ ഉപരി കേട്ടുകൊണ്ട് റോഡിൽ പോകുമ്പോൾ അതിന്റെ റോഡ് പ്രസൻസും അതിനേക്കാൾ ഉപരിയായിട്ട് വോയിസ് ഭയങ്കരമായിട്ട് നമ്മളെ മോഹിപ്പിക്കാറുണ്ട്. ഒന്ന് ഒരു ത്വര വരും ഇരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ യൂത്തിന് കുറേ കൂടി ഇഷ്ടം എങ്ങനെ അത്രയും ഒരു ബൈക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാവുന്ന ഒരു മൈൻഡ് സെറ്റ് ആണ്. തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ നമ്മളടുത്ത് ഇത്രയും കളക്ഷൻ നിൽക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ സ്പെസിഫിക് ആണ്. ഇതിന്റെ കസ്റ്റമേഴ്സ് എല്ലാവർക്കും അഫോർഡബിൾ അല്ല. കേരള രജിസ്ട്രേഷൻ തന്നെയാണോ? ഇത് കർണാടക രജിസ്ട്രേഷൻ. ഓക്കെ, യെസ്. അപ്പോൾ എന്തായാലും ബാംഗ്ലൂർ റോഡുകളിലൊക്കെ ചീറിപ്പാഞ്ഞത് ഇനി നമ്മുടെ കൊച്ചി നിരത്തിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ.
ബിസിനസ്സിൽ അടുത്ത തലത്തിലേക്ക് ചിന്തിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഏറ്റവും കൂടി അല്ലേ അനിവാര്യമായിട്ടുള്ള കാര്യം എന്നുള്ളത്. റോയൽ ഡ്രൈവ് 10 വർഷം മുമ്പ് എങ്ങനെ തുടങ്ങിയോ അതിൽ നിന്നുള്ള ഈ വളർച്ച ഭയങ്കര അസൂയ ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ബിസിനസ്സുകാർക്കിടയിൽ. നമുക്കിതിൽ റോയൽ ഡ്രൈവ് എന്ന് പറഞ്ഞുകൊടുത്ത് ഇപ്പോൾ അതിൻ്റെ കെയർ സ്മാർട്ടിലേക്ക് കടക്കുന്നു. റോയൽ ഡ്രൈവ് ആദ്യം ഒരു പ്രീമിയം കാർസ് എന്നുള്ള ചിന്തയാണ് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാം. ഒരു 5 to 30 lakhs എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണെന്നുള്ളത്. ഇത് എവിടെ ഇത്തരത്തിലൊരു ചിന്തയിലേക്ക് പ്രേരിപ്പിച്ച് ശരിക്കും? ഞങ്ങളുടെ കസ്റ്റമറാണ് അതിൻ്റെ കാരണം. നമ്മൾക്ക് ഒരുപാട് വാഹനങ്ങൾ ഈ പറഞ്ഞ ബഡ്ജറ്റ് കാറുകളിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്ത ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഇത് വിൽക്കാൻ ഞങ്ങൾ പുറത്ത് കൊടുക്കില്ലായിരുന്നു. അപ്പോൾ അതിന് അതുപോലെ ഒരു ലക്ഷറി കാറുള്ള ആൾക്ക് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിന് ഒരു ചെറിയ വണ്ടി വേണം, ഒരു 5 lakhിൻ്റെ ഓട്ടോമാറ്റിക് വേണം, അല്ലെങ്കിൽ 10 lakhിൻ്റെ ഓട്ടോമാറ്റിക് വേണം. അപ്പോൾ ഇത് ഞങ്ങൾ തന്നെ സോഴ്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എൻക്വയറി ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾ വേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ലക്ഷറി നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അതിനേക്കാൾ വലിയ ഹ്യൂജ് മാർക്കറ്റാണ് ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ഉദ്ദേശിക്കുന്ന കേരളത്തിൽ 20 ഷോറൂം ദൈവം സഹായിച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ട്. കാരണം ലക്ഷറിയുടെ കസ്റ്റമർ മേ ബി ചിലപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്തെന്ന് വരാം. പക്ഷേ ഒരു ബഡ്ജറ്റ് കാറിൻ്റെ ഒരു 5 ലക്ഷത്തിൻ്റെ ആൾ ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിയിലോട്ട് ഒരു കാർ വാങ്ങിക്കാൻ ഒരിക്കലും വരില്ല. അപ്പോൾ അവർക്ക് അവരുടെ ഡോർ സ്റ്റെപ്പിൽ സർവീസ് കൊടുത്താലാണ് നമുക്കത് ആ സെയിൽ ഒരു ബിസിനസ് എന്ന രീതിയിൽ മുന്നോട്ട് പോകും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്മാർട്ട് എന്ന അതിനെ സെപ്പറേറ്റ് ആയിട്ട് അതിനെ വേറെ കമ്പനിയാക്കി അതിന് ഒരു വലിയ ഫ്യൂച്ചർ അതിനുണ്ട്. അതിന് നാളൊരു SME IPO ഒക്കെ കൊണ്ടുപോകണം എന്നുള്ള കൺസെപ്റ്റിലാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ട്. ഈ വളർച്ച കേരളത്തിനും അകത്ത് മാത്രമല്ല പുറത്തോട്ടും എന്നുള്ളൊരു നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാൻ ഇന്ത്യയിലെ ഈ മേഖലയ്ക്ക് ഫ്യൂച്ചർ വലുതാണ്. അപ്പോൾ നമ്മൾ ആ ഫ്യൂച്ചറിന് കണ്ട് ഇപ്പോഴേ ഇന്നത്തെ ലാഭനഷ്ടങ്ങൾ നോക്കാതെ ആ ഫ്യൂച്ചർക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സിസ്റ്റം ആണെങ്കിലും പ്രോസസ്സ് ആണെങ്കിലും ഞങ്ങളുടെ ടീമാണെങ്കിലും. ഇത് ഇന്നത്തെ ഒരു ലാഭമോ നഷ്ടമോ അല്ല ഞങ്ങളുടെ കാഴ്ചപ്പാട്. അടുത്തൊരു 5 വർഷം കൊണ്ട് കമ്പനി ഒരു പാൻ ഇന്ത്യ ലെവലിൽ എത്തിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ശരിക്കും നമ്മുടെ ഒരു റോയൽ ഡ്രൈവ് എന്നുള്ളൊരു ബ്രാൻഡ് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഓൺ ഇതിലാണോ ഫ്രാഞ്ചൈസി പോലെ കൊടുക്കും നമ്മുടെ പേരിൽ വേറെ ആളുകൾക്ക്? ബഡ്ജറ്റ് കാറുകൾ നമ്മൾ ഫ്രാഞ്ചൈസി കൺസെപ്റ്റ് ആലോചിക്കുന്നുണ്ട്. പക്ഷെ വൺസ് നമ്മൾ ഇതിന് ഒരു തലത്തിൽ എത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു സ്റ്റെപ്പിലോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു 1 yearനുള്ളിലൊക്കെ സ്മാർട്ടിൻ്റെ ഫ്രാഞ്ചൈസി കൊടുത്തു തുടങ്ങാമെന്നുള്ള പ്രതീക്ഷയിലാണുള്ളത് നിൽക്കുന്നത്. കാർ പ്ലസ് കോഫി, ഇത് ഭയങ്കര കിടലൊരു കോംബോ ആണ്. അപ്പോൾ അത്ര തന്നെ ചിന്തകൾ പോകാറില്ല. പലപ്പോഴും ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒപ്പം ഈ കാർ വാഷ് കണ്ടിട്ടുണ്ട്, ഷോറൂമിൻ്റെ ഒപ്പം കോഫി ഷോപ്പ് എന്നുള്ളത് ഭയങ്കര റയർ പരിപാടിയായിട്ട് തോന്നി. ഇപ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ സംഭവം. അല്ല, അത് ഇപ്പോൾ നമ്മൾ കാണാം, ഇപ്പോൾ റോയൽ ഡ്രൈവ് നമ്മളൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ പ്രൊസീജിയർ ആയാലും അല്ലെങ്കിൽ ഷോറൂമിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ഈവൻ ഇവിടെ ഉപയോഗിച്ച ടൈല് പോലും നമ്മൾ അത്രയും ഒരു ലക്ഷറി ടച്ച് ആൻഡ് ഫീൽ കൊടുക്കുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഈ കാറും അല്ലെങ്കിൽ ഡ്രൈവിങ്ങും കോഫിയും ഭയങ്കര കോമ്പിനേഷനാണ്. നമ്മളെ നാട്ടിൽ നിർഭാഗ്യവശാൽ ആളുകൾ അങ്ങനെ യാത്ര ചെയ്യാനുള്ളൊരു റോഡ് സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ആ കൾച്ചർ വരാത്തത്. ശരി. അപ്പോൾ ഒരു ലോങ് ഡ്രൈവ് ചെയ്യുന്ന ഒരാളുടെ കാറിൽ എപ്പോഴും ഒരു അമേരിക്കാനോ അയാളുടെ ഒരു കൂടപ്പറപ്പായിട്ടുണ്ടാവും. ലോകത്തുള്ള യൂറോപ്യൻസ് ആണെങ്കിലും അറബ്സ് ആണെങ്കിലും അവർ ഇത്തരത്തിലുള്ള ഒരു ബ്ലാക്ക് കോഫി കഴിച്ചിട്ടാണ് അവർ ഈ ഡ്രൈവ് ചെയ്യുക. കാരണം ആ ഒരു ഡ്രൈവിങ്ങിൻ്റെ എനർജിയും ആ യാത്രയുടെ ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ആക്ച്വലി കാലിക്കറ്റ് ഷോറൂമിൽ നമ്മളിത് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഈ പാർക്കിങ്ങിൻ്റെ ഇഷ്യൂ കാരണം അത് നീണ്ട് ഇവിടെ കൊച്ചി ഷോറൂമിൽ പ്ലാൻ ചെയ്തു. ഇവിടെയും നമുക്ക് ലിമിറ്റഡ് പാർക്കിങ്ങേ ഉള്ളൂ. അങ്ങനെയാണ് നമുക്ക് നല്ലൊരു സ്പേസ് കിട്ടിയപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. സ്മാർട്ടിൻ്റെ കൂടെ അത് സ്റ്റാർട്ട് ചെയ്തു. സ്പേഷ്യസ് ആണ് അവിടെ. അതെ അതെ അതെ. അവിടെ നമുക്ക് ഒരു 50 കാറുകളോളം ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. കാരണം കോഫി ലവേഴ്സ് മേ ബി അവർ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ മതി. അപ്പോൾ അവർക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ അതിന് നമ്മൾ ചാർജ് സ്റ്റേഷൻ പോലുള്ള സംവിധാനം പോലും നമ്മളവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഭാവിയിൽ ഇനി റോയൽ ഡ്രൈവ് പുതിയത് വരുന്നിടത്ത് ഇത് മാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. മേ ബി നമുക്ക് RD കഫേ ഈ പറഞ്ഞ പോലെ ഒന്നും കൂടി വിപുലീകരിക്കാനൊക്കെ ആഗ്രഹങ്ങളുണ്ട്. ഓക്കെ. എനിക്ക് തോന്നുന്നു അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇപ്പോഴത്തെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബിസിനസ്സിൻ്റെ സാധ്യതകളെക്കുറിച്ച് ദീർഘവീക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചു, നാളെ എന്തെന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന AI ആണ് അല്ലേ? അതിൻ്റെ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് നമ്മളതിനെ ഉപയോഗപ്പെടുത്താറുണ്ട്. അത്തരത്തിൽ റോയൽ ഡ്രൈവിനെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മുഖ്യധാരയിൽ കാണുന്നത് റോയയിലൂടെയാണ്. ഈ റോയ എന്നൊരു കോൺസെപ്റ്റിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്താ ശരിക്കും?
റോയ നമ്മൾ മാറുന്ന സാഹചര്യങ്ങൾ, നമുക്ക് മൊബൈൽ വന്നു അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വന്നു, ഇതെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ് വന്നത്. ഓക്കെ, ഞാനതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു 24/7 ഹ്യൂമൺ അല്ലാതെ കസ്റ്റമർക്ക് റിപ്ലൈ കൊടുക്കാനും ഒരു AI ലേണിങ്ങിലൂടെ ഒരു വാഹനത്തിൻ്റെ ഫീച്ചറുകൾ ഒരു കസ്റ്റമർക്ക് വളരെ ഭംഗിയായിട്ട് ടൈമിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് തടസ്സങ്ങളില്ലാതെ കസ്റ്റമറായിട്ട് സംവദിക്കാനുള്ള ഒരു സംവിധാനം, അതേപോലെ മൾട്ടി ലാംഗ്വേജുകളിൽ ആശയവിനിമയം നടത്താനും, ഇതൊക്കെ നമുക്ക് മനുഷ്യന് ഇതിനെല്ലാം ഇതുണ്ട്. അതിലപ്പുറം ഞങ്ങൾ ശരിക്ക് റോയെ ഞങ്ങളുടെ ഒരു അംബാസിഡർ ആണ് കാണുന്നത്. അത് ഒരേ സമയം ഇവിടെ സെയിലിംഗുള്ള സ്റ്റാഫുമാണ്, അംബാസിഡറുമാണ് അല്ലേ? അപ്പം റോയൽ ഡ്രൈവിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ ഉള്ളപ്പോൾ ഒരു വാഹനം, ആ വാഹനത്തിൻ്റെ എല്ലാ ഡീറ്റെയിലും ഒരു കസ്റ്റമർക്ക് വളരെ ഭംഗിയായി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ റോയെ തരപ്പെടുത്തിയെടുക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതൊരു ഹ്യൂമൺ അല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ സാധ്യതകൾ അത്ര അനന്തമാണ്. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നതിനെ നമ്മൾ പോസിറ്റീവായി കണ്ട് അത് നമ്മളെ ബിസിനസ്സിൽ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ പോസിറ്റീവ് ഞങ്ങളെ ഇൻഹൗസ് ടീം ആണ് അത് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ എല്ലാ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോയ അപ്പോൾ ഒരു സകലകലാവല്ലഭ്യമാണ്. ഈ റോയായിട്ട് ആളുകൾക്ക് കസ്റ്റമേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിത്തിൻ ഒരു 1 വീക്കിലൊക്കെ അതിൻ്റെ ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ള വെർഷൻസ് ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ചും നമ്മുടെ വർക്കുകളെ കുറിച്ചുള്ള ഡൗട്ട്സും കാര്യങ്ങളും എന്നുള്ള രീതിയിലേക്കും എല്ലാം ഡീറ്റെയിൽസ് എന്നുള്ള രീതിയിലേക്കോ ഇതിനെ വൺസ് ലേൺ ചെയ്താൽ അത് പിന്നെ അതേ സെയിം ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമുക്കറിയാം ഒരു ബിസിനസ്സിൽ ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ ഒരു 50 ക്വസ്റ്റ്യൻ ഉണ്ടാവും മാക്സിമം. ആ 50 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ വൃത്തിയിൽ വൺസ് ലേൺ ചെയ്താൽ പിന്നെ ഏത് കസ്റ്റമർ വന്നാലും ഈ 50-ൽ ഒന്നായിരിക്കും ചോദിക്കേണ്ടത്. അപ്പോൾ അതിനെ പിന്നെ നമ്മുടെ വെബ്സൈറ്റായിട്ട് അത് കണക്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കും. ബാക്കി അതിന് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മളോട് തന്നെ നമ്മളതിനെ ഫീഡ് ചെയ്തും ആ ഒരു രീതിയിൽ അതിനെ കസ്റ്റമർക്ക് ഒരു ബോറടിക്കാതെ ഒരു ലൈവ് ഇൻട്രാക്ഷൻ. ഈവൻ വളരെ ബൃഹത്തായ പ്ലാൻ ഉണ്ട്. ഞങ്ങളൊരു റോയ വേഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട് ഉള്ളിൽ. ഒരു റോയ മാത്രമല്ല, ഒരു മെറ്റാവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അത്ര വലിയൊരു വിഷൻ അതിലുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ഇതെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനും ടീമിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും, ടീമിന് അവർക്ക് സമയം പരിമിതിയൊക്കെ ഉണ്ട്. ഇതിനെല്ലാം ഓവർകം ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇത് എനിക്ക് മനസ്സിലാകുന്ന ഒരു 1 ഇയറിൽ ഇത് വളരെ കോമൺ ആയിട്ട് വരും. ഇനീഷ്യലി ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കോസ്റ്റും കുറച്ചധിക പ്രയത്നങ്ങളും ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. ഈ സാധാരണ രീതിയിൽ ഈ വണ്ടിപ്രാന്തമാരെന്നുള്ള രീതിയിലേക്ക് പറയുമ്പോൾ മമ്മൂക്കയുടെ വാഹനപ്രേമവും ദുൽഖർ പൃഥ്വിരാജും ഒക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷെ സാറ് കണ്ടുള്ളതിൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിപ്രാന്തൻ ഉണ്ടെങ്കിൽ ആരായിരിക്കും? അതിൽ പെട്ട ഒരാൾ നമ്മളെ ബോച്ചയാണ്. ബോച്ച ഈ പറയുന്ന ഇറങ്ങുന്ന എല്ലാ വണ്ടിയും അല്ലെങ്കിൽ വാഹനത്തിൽ കുറച്ചുകൂടി അഗ്രസീവായിട്ട് DC അവൻ്റൊക്കെ വന്ന സമയത്ത് തൊട്ട് തന്നെ അതൊക്കെ എടുത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ കസ്റ്റമറാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ ഡിഫൻഡർ കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ EQC ഞങ്ങളെ കയ്യിലുണ്ട്. ഈ ഡിഫൻഡറിന് എക്സ്ചേഞ്ച് ആയിരുന്നു ശരിക്കും? അതെയോ, ഡിഫൻഡർ EQC ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്താണ് അടുത്ത്. അതിൻ്റെ മുമ്പ് അദ്ദേഹത്തിൻ്റെ സ്പോർട്ട് റേഞ്ച് റോവർ സ്പോർട്ട് ഞങ്ങൾക്ക് തന്നിരുന്നു. അപ്പോൾ ഡീല് അദ്ദേഹം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹാപ്പി കസ്റ്റമർ ആണ്. ഓ തീർച്ചയായിട്ടും. ഇപ്പോൾ ബോച്ചയുടെ കാർ കൂടി ഉണ്ട്. അതേതാ ഇപ്പോൾ ഉള്ളത്? EQC ആണ്. ഓക്കെ. ഇത് കുറേ കൂടി നിന്നുള്ള രീതിയിലേക്ക് എന്താ പറയുക, ഈ വാഹനപ്രേമങ്ങൾ നടക്കുന്നതിൽ ശരിക്കും കുറേ നമ്മൾ മറഞ്ഞിരിക്കുന്ന കുറേ വണ്ടിപ്രേമികളുണ്ട് അല്ലേ, താരങ്ങൾക്കിടയിൽ എന്ന് പറഞ്ഞ പോലെ സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ പലപ്പോഴും പ്രൗഢിയുടെ ഭാഗമായിട്ടും കൂടി സ്റ്റാറ്റസ് കൂടെ നോക്കിയിട്ടാണ് പ്രീമിയം കാർഡ്സിലോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമുക്കറിയാം ഡൽഹിയിൽ നിന്നാണെന്നുണ്ടെങ്കിലും അല്ലെ പുറമെ നിന്നാണെങ്കിലും വണ്ടികളോട് വരുന്നുണ്ടെന്നുള്ളത്. ഈ വണ്ടികളെ കുറേയും കൂടി അതിൻ്റെ പ്രൗഢി നിലനിർത്തുന്നത് അതിൻ്റെ എത്രത്തോളം പ്രൈസ് സ്പെക്ക് വരുന്നുള്ളതുകൊണ്ടാണോ അതല്ലെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ നോക്കിയിട്ടാണോ? ഇപ്പോൾ പലപ്പോഴും വണ്ടി ഒരു സീരീസ് വന്നു, ഒരു BMW ബെൻസോ ആയിക്കോട്ടെ, വന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് നേരെ അതിൻ്റെ നമ്പർ പ്ലേറ്റിലോട്ടേക്ക് MH ആടാ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഡൽഹി ആടാ അത് കുറഞ്ഞ വിലയ്ക്ക് എന്നുള്ള ഒറ്റയടയ്ക്ക് ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് മനോഭാവം മാറി എന്നുള്ളത് ഇത് എങ്ങനെ നോക്കി കാണുന്നത് ശരിക്കും? തീർച്ചയായിട്ടും. കാരണം ഒന്ന് പിന്നെ സത്യത്തിൽ ചിലപ്പോൾ ഒരു ടാക്സിൻ്റെ വിലക്കുറവിലായിരിക്കും അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അതെ. പക്ഷേ ജനങ്ങൾ കാണുന്നത് ഇത് അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ പോലെയുള്ള ഒരു മാനസികാവസ്ഥയില്ല. ഇപ്പോൾ HR ഒരു ബെൻസ് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇത് അവിടുന്ന് ചുളുവിലക്ക് കാരണം പരസ്യങ്ങൾ അങ്ങനെ വരുന്നത്. ഡൽഹിയിലെ 2 ലക്ഷത്തിന് ബെൻസ്, 10 ലക്ഷത്തിന് റോൾസ് റോയ്സ് എന്നൊക്കെ പറഞ്ഞാൽ വരുന്നത്. അപ്പോൾ ഇത് പബ്ലിക് ഇതാ കാണുന്നത്, ഈ പരസ്യം. പിന്നെ ഈ നെയ്ബർ എടുത്ത് ഈ വാഹനമൊക്കെ കാണുന്നത്. അപ്പോൾ ആളുകളുടെ കൺസെപ്റ്റ് ഇത് വളരെ ചീപ്പായിട്ട് കൊടുക്കുന്നത്. ഈ പറഞ്ഞ ഒരു 5 to
5 ലാക്കോ 10 ലാക്കിൻ്റെ ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും. അത് ഇവിടെ വന്ന് ടാക്സ് ഒക്കെ അടക്കുമ്പോഴേക്ക് വലിയ ഡിഫറൻസും അതിൽ സേവ് ചെയ്യാനില്ല. അപ്പോൾ ആ ഒരു ആളുകളുടെ മനോഭാവം അതിലുണ്ട് തീർച്ചയായിട്ടും. പിന്നെ കേരള വർക്കുകൾ എപ്പോഴും വെൽ മെയിൻറ്റെയിൻ ആയിരിക്കും. കാരണം നമ്മുടെ നാട്ടിലൊരു കാറിനെ ഇപ്പോൾ ഈ പറഞ്ഞ ആളുകൾ അതിന് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുക. അതർ സ്റ്റേറ്റിൽ അവരൊരു 1 to 2 ഇയർ അല്ലെങ്കിൽ മാക്സിമം ഒരു 3 വർഷം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. അത് കഴിഞ്ഞാൽ അവർ പുതിയ വണ്ടി എടുത്തിട്ടുണ്ട്, അത് അവരുടെ സെക്കൻഡ് വണ്ടിയോ തേർഡ് വണ്ടിയോ പിന്നെ ചവിട്ടും. പിന്നെ ഇത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത വർക്ക്ഷോപ്പുകളിലൊക്കെയാണ് പലതും റിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത്രയും സൂക്ഷിച്ച് മാത്രമേ ഈ അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ എടുക്കാവൂ എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ആ ഭൂമി ആക്ച്വലി കുറഞ്ഞു. കാരണം ഒരു സമയത്ത് വളരെ എല്ലാവരും ചാടി എടുത്തിരുന്നു. പക്ഷേ കുറേ ആളുകൾ വന്നു, ഈ പറഞ്ഞ സേവ് ചെയ്യുന്ന പൈസയുടെ അപ്പുറം വർക്ക്ഷോപ്പ് ബില്ലുകളൊക്കെ വന്ന് ആളുകൾ റിയലൈസ് ചെയ്തു. നമ്മൾ അത്തരത്തിലുള്ള വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട്. അതർ സ്റ്റേറ്റ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഒരു പ്രാവശ്യം ഡൽഹിക്ക് ഞങ്ങൾ ടീം പോയിട്ട് ഏകദേശം 50ഓളം വാഹനം ഇവാലുവേറ്റ് ചെയ്ത് 3 വാഹനം ഞങ്ങൾ പർച്ചേസ് ചെയ്ത്. കാരണം പ്രൈസ് ഘടകമാണ്, ക്വാളിറ്റി ഘടകമാണ്, ഓണർഷിപ്പ്, പേപ്പർ. കാരണം പലതിൻ്റെ ഓണറെ ആരും കാണുന്നില്ല. എല്ലാ പേപ്പറും ആളുടെ കയ്യിലുണ്ട്, പക്ഷെ നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത് തേർഡ് പാർട്ടിക്കാണ്. നാളെ എന്തെങ്കിലും ആ ഓണർ ഇതിനൊരു ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഇത് പിന്നെ ഒരു ചലാനിട്ടാൽ അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ നമുക്കതിനെ തീർക്കാൻ വേണ്ടി 2 പ്രാവശ്യം ഡൽഹി പോയാൽ നമ്മുടെ ആ പ്രോഫിറ്റും കാര്യങ്ങളെല്ലാം തീർന്നു. അത് മാത്രമല്ല നമ്മൾ കൊടുത്ത കസ്റ്റമർ അത്രയും അൺഹാപ്പി ആവും. ബ്രാൻഡിന് അത് വളരെ ഇത് ചെയ്യും. പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെയാണ് നമ്മൾ പല വഴികളുണ്ട്. പക്ഷെ നമ്മൾ ഇതെല്ലാം കീപ്പ് ചെയ്ത് ഒരു ലോങ് ടൈം വിഷനിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ അപകടകരമായ ഒരു ബിസിനസ്സാണ് ആക്ച്വലി വണ്ടി പ്രീ ഓൺഡ് ബിസിനസ്. സത്യത്തിൽ ഒരു വാഹനപ്രേമിയും കൂടിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോദിക്കുക, ഓണർ എന്നുള്ളത് മാറ്റി നിർത്തിക്കോ. സാറിരിക്കുന്ന ഒരു ബയർ ആയിട്ടാണെങ്കിൽ ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെടുക, ഏത് വണ്ടി എടുക്കും? ഒറ്റ ചോദ്യത്തിന് ഇപ്പം ഞങ്ങൾ സ്റ്റോക്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി ഓൾ ന്യൂ ഡിസ്കവറിയുടെ ഒരു പെട്രോൾ സ്പെക്ക് ഞങ്ങൾ അതിലുണ്ട്. അത് പബ്ലിക്കിന് ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം അതിന്റെ ഷേപ്പ് അത്ര ഭംഗിയില്ല. അത് കാലിക്കറ്റ് ഷോ 5 ലിറ്റർ ടർബോ എഞ്ചിനുള്ള ഒരു ഓൾ ന്യൂ ഡിസ്കവറി എന്ന് പറഞ്ഞ അത് 2018 മോഡലാണ്. അന്ന് അതിന് 1,70,00,000 വാല്യൂ ഉള്ളത്. പക്ഷെ എനിക്കിപ്പോൾ ഞങ്ങളെ സ്റ്റോക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചോദിച്ചാൽ ഞാൻ അതാ പറയാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക്കിന് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ അതിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ടും അത് തരുന്ന സുഖം ഭയങ്കര. അപ്പം അത്തരത്തിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാനിവിടെ വന്നൊരു വാഹനപ്രേമി എന്നുള്ള രീതിയിലേക്ക് റോഹൻ ഈ വണ്ടി എന്തായാലും ഡ്രൈവ് ചെയ്ത് നോക്കേണ്ട ഒരു വണ്ടിയാണ് എന്ന് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും എനിക്ക് തരിക? എനിക്ക് കീഴെടുത്ത് തരിക ഏതായിരിക്കും? താങ്കളുടെ പ്രായവും ആ വൈബിനൊക്കെ അനുസരിച്ച് എനിക്ക് 630D ഉണ്ട്. അത് ഒരു ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര രസമുള്ള വണ്ടിയാണ്. അടിപൊളി. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് 3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. പിന്നെ ഒരു GT ആണ്, പിന്നെ ഒരു സ്പോർട്ടിയാണ്, ഒരു മാസ് മൂഡ് ഉണ്ട്. ഒരു നമ്മുടെ ആക്സിലേറ്ററിൽ നമ്മുടെ ആ വൈബ് കിട്ടുന്നുണ്ട്. എനിക്കിപ്പോൾ തന്നെ ഓൾറെഡി കാല് ആയി തുടങ്ങി. എനിക്കൊന്ന് കീ തരൂ, എനിക്കൊന്ന് ഞാൻ കണ്ടോട്ടെ. തീർച്ചയായിട്ടും. യെസ്. അപ്പോൾ ഈ കിടക്കുന്ന മുതലാണ് സാർ എനിക്ക് സജസ്റ്റ് ചെയ്തത്. റോഹൻ ആണെന്നുണ്ടെങ്കിൽ കുറേ കൂടി ഒരു GT 630M സ്പോർട്ടിലെ ആണെങ്കിൽ കുറേ കൂടി നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഡ്രൈവേഴ്സ് കാർ എന്നാണ് BMW പറയാറുള്ളത്. GT ആകുമ്പോൾ കുറേ കൂടി നമുക്കൊരു അല്ലേ രമ്പും. അതെ. അത് മാത്രമേ ഇത് 3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. രണ്ടാമത്തെ ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇത് ഓൾറെഡി നമ്മളെ മമ്മൂക്കാന നമ്പറാണ്. 369. അതിൽ തന്നെ വീണു ഫ്ലാറ്റ്. അതെ. പിന്നെ അകത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആണ് ഈ ഒരു 630. ഒരുപാട് അപ്ഡേഷൻ നമുക്ക് ഇൻഫോർടൈൻമെന്റും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓട്ടോ പാർക്കിംഗ്, അതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഒരു ബുക്കിൽ എഴുതി പഠിക്കാനുള്ള ഫീച്ചേഴ്സ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. കാരണം ഒരു ഇത്തരം ആളുകളൊക്കെ നമ്മുടെ ഇന്ത്യൻ റോഡിൽ പേടിക്കുന്ന അതിനും കൂടി പരിഹാരമാണ് GT. എന്തുകൊണ്ടാണ് ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ സാർ റോഹൻ ആണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും GT ആയിരിക്കും നല്ലതെന്ന് പറഞ്ഞതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്തായിരിക്കും? ഞാൻ താങ്കളുടെ ഏജ്, ലൈഫ് സ്റ്റൈല്, വേഷം എല്ലാം അതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. ഈ ചവിട്ടാനുള്ള ത്വര കൂടുതൽ. സോ അതുകൊണ്ട് തന്നെ കാണുമ്പോൾ തന്നെ നമുക്കത് തോന്നും എന്തുകൊണ്ടാണ് അല്ലെ സജസ്റ്റ് ചെയ്തെന്നുള്ളത്. ഇപ്പോൾ പലപ്പോഴും പുതിയൊരു വണ്ടി എടുക്കുന്ന ആളുടെ ബഡ്ജറ്റ് ഒരു ചിലപ്പോൾ ഒരു 15 to 20 ആയിരിക്കാം. ചിലപ്പോൾ ഒരു ക്രെറ്റ പോലെയുള്ള സെഗ്മെൻറ്റിലുള്ള വണ്ടി എടുക്കുന്ന ആൾ പുതിയ വണ്ടി എടുക്കണോ അതല്ലെങ്കിൽ ആ ബഡ്ജറ്റിലൊരു പ്രീമിയം പ്രീ ഓൺഡ് വണ്ടി എടുക്കണോ? ഏതാ സാർ സജസ്റ്റ് ചെയ്യുക?
പ്രീ ഓൺഡ് വണ്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റിസ്ക് കുറച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ പിടിച്ചാൽ വലിയൊരു മെയിൻ്റെനൻസ് കോസ്റ്റ് വരാതെ നമുക്ക് ഉപയോഗിക്കാം. 10 വർഷത്തിലധികം ഒക്കെ പഴക്കമുള്ള വാഹനങ്ങൾ എടുക്കുമ്പോൾ മേ ബി കുറച്ചുകൂടി മെയിൻ്റെനൻസ് കൂടാൻ സാധ്യതയുണ്ട്. ഇതിലെ കോസ്റ്റ് എങ്ങനെ വരണമെന്ന് വെച്ചാൽ ഒരുപാട് പഴയ വാഹനങ്ങൾ എടുക്കുമ്പോൾ ഡിപ്രീസിയേഷൻ കുറവായിരിക്കും. നമ്മളൊരു 10 ലക്ഷത്തിനൊരു കാറ് ലക്ഷറി എടുത്താൽ അത് 2 വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോൾ അതിന് 10 ലക്ഷം കിട്ടും. പക്ഷെ അതിൻ്റെ ആ സമയത്ത് വന്ന കോസ്റ്റ് കൊണ്ടു നടക്കുമ്പോൾ വന്ന റിപ്പയറിങ് ചാർജുകൾ കൂടുതലായിരിക്കും. അതേസമയം കുറച്ചൊരു 30 ലക്ഷത്തിനടുത്തൊരു വാഹനമാണെങ്കിൽ അത് നമ്മൾ വിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ 25 ലക്ഷമായി മാറും. പക്ഷെ അതിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടുകളില്ലാതിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു 1 ലാഖിൻ്റെ താഴെ കിലോമീറ്റർ ഓടിയ ഒരു 20 ലക്ഷത്തിൻ്റെയും 30 ലക്ഷത്തിൻ്റെയും ഇടയിലുള്ള വാഹനങ്ങളാണ് ആദ്യമായിട്ടൊരു വണ്ടി എടുക്കുന്ന ആൾക്ക് എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. പിന്നെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് 23, 24, 25 മോഡലൊക്കെ കിട്ടും. ഒരു 19, 18, 19, 20, 21 ഇതാണ് ഒരു പ്രീ ഓൺഡിൻ്റെ മാന്യമായ ഡിപ്രിസിയേഷനോട് കൂടി കിട്ടുന്ന നല്ല വാഹനങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഒറ്റ ചോദ്യം അവസാനത്തിൽ ചോദിച്ചോട്ടെ. പ്രീമിയം വണ്ടികൾ എടുക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് റോയൽ ഡ്രൈവ്? തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാഹനം എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് നമ്മൾ ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിലെ ലോകത്ത് കാണുന്ന ഒരു കേക്ക് കട്ടിങ്ങോ ഒരു കർട്ടൻ റേസറോ അല്ല. ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് പ്രയത്നങ്ങളുണ്ട്. ആ പ്രയത്നങ്ങളും അല്ലെങ്കിൽ അത്രയും ക്ലോസ് ആയിട്ടുള്ള ചെക്കപ്പുകളും ഇല്ലാതെ ഒരു പ്രീ ഓൺഡ് വാഹനം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ആ മുടക്കുന്ന പൈസ എപ്പോഴും റിസ്കിലാണ്. അപ്പോൾ കസ്റ്റമർക്ക് ഞങ്ങൾക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ ആ വാഹനത്തിൻ്റെ ഈ പറഞ്ഞ ഇപ്പോൾ ഭൂട്ടാൻ കേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പേപ്പർ പരമായ എന്ത് പ്രോബ്ലംസ് ആയിക്കോട്ടെ അതിൻ്റെ 100 കൊല്ലം കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം റോയൽ ഡ്രൈവിന് ഉണ്ടാവും. അതാണ് ഞങ്ങൾ ആദ്യം കസ്റ്റമർ കൊടുക്കുന്നത്. ഇപ്പം മേ ബി റിപ്പയറിങ് വരാം, അത് ഓട്ടോമൊബൈലാണ്, സ്വാഭാവികമാണ്. പക്ഷേ ഒരിക്കലും ആ വാഹനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വേറെ ആൾ പിടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പത്രത്തിൽ വന്ന് അദ്ദേഹത്തിന് മാനഹാനി വരുന്നൊരവസ്ഥ റോയൽ ഡ്രൈവിന് ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് കൊടുക്കാനുള്ളത്. ബാക്കി ഒബിയസ്ലി ഞങ്ങൾ ബൈബാക്ക് പോളിസികളുണ്ട്, ഈ പറഞ്ഞ വാറണ്ടി ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതൊരു ബൈബാക്ക് പോളിസി എല്ലാവരും ചെയ്യാറില്ല അല്ലേ? അതെ, കാരണം അത് ഞങ്ങൾ എന്താ വെച്ചാൽ പല ആളുകൾക്കും പേടി ഒരു വാഹനം എടുക്കാം, മെയിൻ്റെനൻസിനെ പോലെ തന്നെയുള്ള പേടിയാണ്. 2 കൊല്ലം കഴിഞ്ഞത് പ്രൈസ് കുറയും എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ എൻ്റെ വണ്ടിക്ക് എനിക്ക് പ്രൈസ് കുറയും, പക്ഷേ ഇത് എൻ്റെ തലയിലാവുമോ അല്ലെങ്കിൽ ഇത് വാങ്ങാൻ ആളില്ലാത്തൊരവസ്ഥ വരും. അതിന് റോയൽ ഡ്രൈവ് ഒരു ഷുവർട്ടി കൊടുക്കാൻ കഴിയും. അതായത് നമ്മൾ കൊടുത്ത വാഹനങ്ങൾ അവർ വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ ഉപയോഗിക്കുകയാണെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ എന്ത് വിലക്ക് തിരിച്ചെടുക്കും, അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ എന്ത് തിരിച്ചെടുക്കുന്നു, വാങ്ങുന്ന സമയത്ത് തന്നെ ഒരു റിട്ടേൺ എഗ്രിമെൻറ്റ് കൊടുക്കാൻ പോലും നമ്മൾ തയ്യാറാണ്. അപ്പോൾ അത് ഒരിക്കലും അദ്ദേഹത്തിന് ആ റിസ്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലോസ് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കുറച്ചുകൂടി ബുദ്ധിപരമായിട്ടുള്ളൊരു ചോയ്സിലോട്ട് പോകാം. പല ഇപ്പോൾ പുറത്തുനിന്ന് OLX പോലെയുള്ള സംവിധാനത്തിലാണെങ്കിൽ ആ വാങ്ങിയ ആളെ ഇട്ട് പിന്നെ അവർ തമ്മിലൊരു ബന്ധവും ഇല്ലാത്ത അവസ്ഥ ഒരിക്കലില്ല. അത് തന്നെയാണ് റോയൽ ഡ്രൈവ് ഈ 10 വർഷമായിട്ട് മാർക്കറ്റിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. ഈ പലപ്പോഴും ഈ വളർച്ച വളരെ വേഗമാണ്, വിശ്വാസം നേടിയെടുക്കുന്ന വളരെ വേഗമാണ്, സ്വാഭാവികമായിട്ട് ആരോപണങ്ങൾ വരും. അത്തരത്തിൽ ഈ അടുത്ത് തന്നായിരുന്നു പ്രത്യേകിച്ച് പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടും കോടികളുടെ കേസ്, ചെറിയ കോടികളൊന്നുമല്ല, 100 കോടി മുതൽ 1000 കോടി വരെയുള്ള വാർത്തകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇത്തരം ആരോപണങ്ങളിൽ ശരി എന്താണ്, അല്ലെങ്കിൽ ED റെയ്ഡുകൾ സംഭവിക്കുന്നു എന്നുള്ള സംഭവം? ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു വാക്ക് തന്നെ പറയാം, റോയൽ ഡ്രൈവിൽ ED റെയ്ഡ് നടന്നിട്ടില്ല. ആദ്യം ഇവിടെ IT-യുടെ സർവേ ആണ് നടന്നത്. ഇപ്പോൾ ഈ മേഖലയായിട്ട് ബന്ധമുള്ളവർക്കറിയാം, എല്ലാ സ്ഥാപനങ്ങളും ഇപ്പോൾ GST, ഇൻകം ടാക്സ് പോലുള്ള സർവേകൾ നടത്തും. നമ്മൾ കൊടുത്ത പേപ്പറും നമ്മൾ സബ്മിറ്റ് ചെയ്തതും ഇവിടെയുള്ള കണക്കും ഒന്നാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സർവേകളാണ്. ഇവിടെ വന്ന കമ്മീഷണർ എൻ്റെ അടുത്ത് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്താൽ പോയത്, കാരണം ഇത്രയും ഒരു വൃത്തിയില്ലാത്ത ഒരു സെക്ടർ, അതായത് പ്രീ ഓൺഡ് വാഹനം എന്ന് പറഞ്ഞാൽ ഒരു കണക്കോ കയ്യോ ഇല്ലാത്തതിൽ 100-200-ലധികം ആളുകൾ നമ്മളെ കൂടെയുണ്ട്. ഇത്രയും ആളുകൾക്ക് ജോലി കൊടുക്കുന്നു, ഇങ്ങനെ സ്ട്രക്ചർ ഞങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നു എന്നുള്ള അദ്ദേഹം അപ്രിഷ്യേറ്റ് ചെയ്താൽ പോയത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നത്തെ ലോകത്തിൻ്റെ പ്രത്യേകതയാണ്, ആദ്യം ഒരു ന്യൂസ് വന്നു 10 കോടി എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരാൾ യൂട്യൂബിൽ എടുത്തിട്ട് 60 കോടി, അടുത്ത ആൾ 100 കോടി വെച്ചു. സത്യം പറഞ്ഞാൽ ആ 100 കോടി പോപ്പുലറായി. പിന്നെ
ഏതോ ഒരു വിഷ്വലിൽ ഞാൻ കണ്ടു, നോട്ടിൻ്റെ കെട്ടുകളൊക്കെ കാണിച്ച് റോയൽ ഡ്രൈവ് എന്നൊക്കെ കാണിക്കുന്ന അത്രത്തോളം, അതായത് വേറെ ഏതോ വിഷ്വൽസൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടൊക്കെ വിട്ടു. അപ്പം ഞങ്ങളടുത്ത് വന്ന ഉദ്യോഗസ്ഥനും ഞങ്ങൾക്കും മാത്രമാണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയുന്നത്. പക്ഷേ ഞാൻ അതിന് ശേഷമാണ് ഈ മാധ്യമങ്ങളെ എനിക്ക് പേടിയായി തുടങ്ങി. കാരണം പിന്നെ ഇതൊരു പൊതു സംവിധാനത്തോട് നമുക്ക് മല്ലിടാൻ നമുക്ക് പറ്റില്ല. അപ്പം എന്നോട് പലരും പറഞ്ഞു നമുക്കൊരു പത്രസമ്മേളനം വിളിക്കാം, ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. പക്ഷെ അതൊരു നല്ല വഴിയല്ല എന്നാണ്. പിന്നെ അതൊരു പകയായി മാറാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ നോക്കിയത് നമ്മുടെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന്. ഞങ്ങൾക്കത് കഴിഞ്ഞും ഞങ്ങളുടെ കസ്റ്റമർ ഫ്ലോ അതുപോലെ ഉണ്ടായിരുന്നു, ഇപ്പോഴും അതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ബോധേഡ് ചെയ്യേണ്ട. പിന്നെ പല സുഹൃത്തുക്കളും പറഞ്ഞു നെഗറ്റിവിറ്റി ഒരു പബ്ലിസിറ്റിയാണ് ഈ ലോകത്ത്. റോയൽ ഡ്രൈവ് കാണാത്ത ആളിലേക്കും കൂടി ഇത് എത്തി എന്നുള്ളതാണ്. മാർഗം വേറെ ആയിരിക്കും, പക്ഷെ ലക്ഷ്യം കൊണ്ടുണ്ട് എന്നുള്ളത്. അതിനേക്കാൾ വലിയ സംഭവം എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞ് ഒരു 15-20 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പിരിവുകാരുടെ വിളിയായിരുന്നു. കാരണം ഇപ്പോൾ 100 കോടിയുടെ ചെയ്യണമെങ്കിൽ അത്രയും കോടികളുടെ കാര്യങ്ങൾ ചെയ്യണമല്ലോ. 100 കോടി ബിസിനസ് ചെയ്യണോ 100 കോടിയുടെ സ്കാം ചെയ്യില്ല. അപ്പോൾ പല രീതിയിലുള്ള ഹോസ്പിറ്റൽ കേസ്, അല്ലെങ്കിൽ പല രീതിയിലുള്ള രാഷ്ട്രീയക്കാരുടെ പിരിവുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മളെ തേടി വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി പബ്ലിക് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട്, മനസ്സിലായി, ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ നമ്മളെ നാടിൻ്റെ ഒരു നിർഭാഗ്യം, നമുക്ക് ഓപ്പണായി സംസാരിക്കാം. ഇപ്പോൾ പോണ്ടിച്ചേരിയിൽ സുരേഷ് ഗോപി എന്നോ ഒരു കാലത്ത് ഒരു വണ്ടി രജിസ്റ്റർ ചെയ്തു. അത് അന്നത്തെ സമയത്ത് ഈ നാട്ടിൽ എല്ലാവരും ചെയ്തിരുന്നൊരു പണിയാണ്. പക്ഷേ ഇന്നും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമോ അദ്ദേഹത്തെ വ്യക്തിയോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇന്നും ആളുകൾ അതിൻ്റെ അടിയിൽ താഴെ കമൻറ്റിൽ എഴുതുന്നുണ്ട് നീ പോണ്ടിച്ചേരിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രവണത നമ്മളെ നാട്ടിലുണ്ടാവും. അത് പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളും കാര്യങ്ങളും പബ്ലിക്ക് അറിഞ്ഞു വരണമെങ്കിൽ കുറേ കാലം കഴിയും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ സത്യം ചെരിപ്പിട്ട് കള്ളം ലോകം മുഴുവൻ എത്തിയിട്ടുണ്ടാവില്ലേ, കള്ളം ലോകം മുഴുവൻ സഞ്ചരിച്ച് വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞ പോലെയുള്ളൊരു സംഭവമാണ്. അത് നമ്മളെ മാത്രം ബാധിക്കുന്നതല്ല, ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ റോയൽ ഡ്രൈവിൻ്റെ യാത്രയെ അതിനൊപ്പം തന്നെ അതിൻ്റെ സാരഥി വിജയറിവിൻ്റെ യാത്ര തുടരട്ടെ. ഇതേപോലെ കുറേ പേരുടെ സ്വപ്നങ്ങൾ കൂടി ഇതിൽ യാഥാർത്ഥ്യമാവുന്നതാണ് ഏറ്റവും അതിൻ്റെ വസ്തുത എന്നുള്ളത്. അപ്പോൾ യാത്ര തുടരട്ടെ, വിജയം സുനിശ്ചിതം. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.